All right. So we have more people coming in. New students വരുന്നുണ്ട്. We have Ajal, Anwar, Naina, Niranjana, Ritika, Sajit. Welcome everyone. Okay. അപ്പോൾ നമുക്ക് തുടങ്ങാം. So ഇന്ന് നമ്മൾ എന്തിനാ ഇവിടെ നോക്കണേ? We are here to discuss electric charges and fields part 1. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്റർ ആണ്. സോ അത് we have cut into 2 parts. അത് 2 പാർട്ടാക്കി നമ്മൾ മാറ്റി. ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ നമ്മൾ കവർ ചെയ്ത് നമുക്ക് കാണാം. സോ എന്ത് ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ പോണേ? വാട്ട് ടോപ്പിക്സ് വിൽ വി കവർ? സോ നമ്മൾ ബേസിക്സിന് സ്റ്റാർട്ട് ചെയ്യാനാണ് പോണത്. വാട്ട് ആർ ഇലക്ട്രിക് ചാർജസ്? അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? അപ്പോൾ ഇലക്ട്രിക് ചാർജസിന് 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികളുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. വാട്ട് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? കറണ്ട് പോകണില്ലെങ്കിൽ ഇൻസുലേറ്റർ ആണ്, കറണ്ട് പോകണില്ലെങ്കിൽ കണ്ടക്ടർ ആണ്. പക്ഷെ അതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ ചാർജ് ഒബ്ജക്ട്സ്? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ചാർജ് ഉണ്ടാക്കണമെങ്കിൽ, അതിൽ നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞിട്ട് വാട്ട് ഇസ് കൂളംസ് ലോ? കൂളമിന്റെ ലോ എന്നതിനെ പറ്റിയാണ് പറയണേ. ഹൗ ഡു വി ഡിസ്ക്രൈബ് ആൻഡ് ഡിറ്റർമിൻ ഫോഴ്സസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്? അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ പല ചാർജസ് ഉണ്ട് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ. അവർക്ക് പരസ്പരമുള്ള ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് മെത്തേഡ്സ് ഡു വി യൂസ്? നമ്മൾ എന്ത് മാത്തമാറ്റിക്സ് ആണ് അതിനായിട്ട് യൂസ് ചെയ്യാൻ പോകണമെന്നും. അത് കഴിഞ്ഞിട്ട് കുറച്ചുള്ള സ്ട്രീറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ഇലക്ട്രിക് ചാർജസ്? അപ്പോൾ ഫിസിക്സിൽ പലതരം ഫോഴ്സസ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, നമ്മൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്, നമ്മൾക്ക് മാഗ്നറ്റിക് ഫോഴ്സസ് ഉണ്ട്. എല്ലാ ഫോഴ്സിനായിട്ടുള്ള ഒരു കോസ് നമ്മൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കോസ് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ക്യാൻ എനിവൺ ടെൽ മീ വാട്ട് ഇസ് ദ കോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എന്താണ് അതിന്റെ കാരണം? അതിന്റെ സോഴ്സ് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ? യു ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ ക്ലാസ് 11th, റൈറ്റ്? ഇത് ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. നമ്മളുടെ ഇതിന്റെ സോഴ്സ് എന്താണ്? എന്ത് ബേസിക് ക്വാണ്ടിറ്റി ആണ് ഈ ഗ്രാവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? എനിവൺ? വളരെ സിമ്പിൾ ആൻസർ ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിംഗിൾ വേർഡ് ആൻസർ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നാണ് ചോദ്യം. സോ നോ, നോട്ട് റൊട്ടേഷൻ ഓഫ് എർത്ത്. നിരഞ്ജന, എന്താണ് കാരണം? അതിന്റെ ഫ്രിക്ഷൻ അല്ല, സോഴ്സ് ചോദിക്കുന്നത് ഞാൻ. ഉണ്ടാവേണ്ട ഗ്രാവിറ്റേഷൻ കാരണമാണ്. പക്ഷെ ഗ്രാവിറ്റേഷന്റെ കാരണം എന്താ? വളരെ സിമ്പിൾ. അതിന്റെ ഇക്വേഷൻ ഓർമ്മ വയ്ക്ക്. വാട്ട് ഇസ് ദ ഇക്വേഷൻ? അല്ലെ, G(m1m2/r²) അല്ലെ? അതല്ല അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഗ്രാവിറ്റി ഉണ്ടാവുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ബിക്കോസ് ഓഫ് മാസ്. ഗ്രാവിറ്റി ഉണ്ടാവുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ബിക്കോസ് ഓഫ് മാസ്, അല്ലെ? അങ്ങനെ തന്നെ നമ്മൾക്ക് മാഗ്നറ്റിക് ഫോഴ്സസ് ഉണ്ട്. അതുണ്ടാവുന്നത് എന്ത് കാരണം കൊണ്ടാ? മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഓർസ്റ്റഡ് എക്സ്പെരിമെന്റ് ഓർമ്മ വരുന്നെങ്കിൽ കറണ്ട് കാരണം ഉണ്ടാവുന്നത്, അല്ലെ? മാഗ്നറ്റിക് ഫോഴ്സസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് കറണ്ട്. അപ്പോ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. അതിന്റെ കാരണം എന്താണ്? ചാർജസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്തുകൊണ്ടാണ് കോസ് ആവുന്നത്? ചാർജ് കാരണമാണ് അവര് കോസ് ആവുന്നത്. അപ്പോ നമ്മൾ എന്താ ഡിസ്കവർ ചെയ്തത്? ആംബർ. ആംബർ എന്താ? ഒരു തരം ജെം സ്റ്റോൺ ആണ്. ആംബറിനെ നമ്മൾ ഒരു തുണിയിൽ റബ്ബ് ചെയ്യാണെന്ന് വെക്കുക. ഇഫ് യു ടേക്ക് എ പീസ് ഓഫ് ആംബർ ആൻഡ് യു റബ് ഇറ്റ് ഓൺ എ പീസ് ഓഫ് ക്ലോത്ത്, വാട്ട് ഹാപ്പൻസ്? അത് അട്രാക്ട് ചെയ്യും. ചെറിയ ചെറിയ തുണി കഷ്ണങ്ങൾ അട്രാക്ട് ചെയ്യും, പേപ്പർ അട്രാക്ട് ചെയ്യും, ഹെയർ അട്രാക്ട് ചെയ്യും. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആംബർ എടുത്തു. സോ ദിസ് ഇസ് എ പീസ് ഓഫ് ആംബർ. നമ്മൾ അത് ഒരു ക്ലോത്തിൽ നമ്മൾ അതിനെ റബ്ബ് ചെയ്തു. അപ്പൊ അത് കാരണം എന്തുണ്ടാവുന്നു? ചില പാർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് പരസ്പരം. ദേ ആർ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് എന്താണ്? ചാർജസ് ആണ്. ദീസ് പാർട്ടിക്കിൾസ് ആർ വാട്ട് വി കോൾ ചാർജസ്. അപ്പൊ നമ്മൾ 2 കാറ്റഗറി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? ചില കേസസിൽ ചാർജസ് പരസ്പരം അട്രാക്ട് ചെയ്യും, ചില കേസിൽ ചാർജസ് പരസ്പരം റിപ്പയൽ ചെയ്യും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 തരം ചാർജസ് നമ്മളുടെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ചാർജ്, റൈറ്റ്?
അപ്പോൾ ഏതൊക്കെയാ ഉള്ളത്? സിമ്പിൾ ആൻസർ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ചാർജസ്? ഹു വിൽ ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്ര തരം ചാർജ് ഉണ്ട് നമ്മളുടെ കയ്യിൽ? Two. Which types? പേരെന്താണ് അതിന്റെ? What are the names? No, not quantitative and qualitative. Interesting answer. Positive and negative. Right? Quantitative qualitative എന്താണ്? ഒരു സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യണു, അതാണ് അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും. ഭക്ഷണം വളരെ നല്ലതായിരുന്നു, അത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ഐ ഹാഡ് ഹാഫ് എ കിലോ ഓഫ് ബിരിയാണി, അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. റൈറ്റ്? സോ ഇവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്? വി ആർ ഡിസ്കസിങ് types of charges. Simple answer. So we have two types of charges. നമ്മുടെ കയ്യിൽ പോസിറ്റീവ് ചാർജസ് ഉണ്ട്. We have positive charges and we have negative charges. And ഇവർക്ക് പരസ്പരം ഫോഴ്സസ് ഉണ്ട് നമുക്കറിയാം. റൈറ്റ്? ചാർജസ് ഹാവ് അപ്ലൈ ഫോഴ്സസ് ഓൺ ഈച്ച് അതർ. ഈ ഫോഴ്സസ് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അപ്പോൾ ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്? ഗ്രാവിറ്റേഷൻ ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. റിപ്പൾസീവ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റി എപ്പോഴും സാധനങ്ങളെ പരസ്പരം വലിക്കുള്ളൂ, അത് പുഷ് ചെയ്യില്ല ഒരിക്കലും. അങ്ങനെ തന്നെ നമ്മളുടെ ചാർജസ് പരസ്പരം അട്രാക്റ്റും ചെയ്യാം, ദേ ക്യാൻ ഓൾസോ റിപ്പൽ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചു നോക്കുന്നത്? നമ്മൾ പഠിച്ചു നോക്കുന്നത് എന്താണ്? വി ഹാഡ് ലേൺഡ് ഏർലിയർ, ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു പരസ്പരം. അവര് റൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. റൈറ്റ്? പോസിറ്റീവ് ചാർജ് വന്നാൽ എന്ത് ചെയ്യും? പരസ്പരം പുഷ് ചെയ്യും. നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? പരസ്പരം പുഷ് ചെയ്യും. അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യുന്നു? അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. അപ്പൊ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ പരസ്പരം അവർ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ആവുന്നു. അപ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസിന് അട്രാക്റ്റീവ് ആവാൻ പറ്റും, റിപ്പൾസീവ് ആവാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ദ സൈൻ ഓഫ് ചാർജ്. സെയിം ചാർജസ് ആണെങ്കിൽ പരസ്പരം റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ പരസ്പരം അട്രാക്ട് ചെയ്യും. ഗ്രാവിറ്റി എപ്പോഴും അട്രാക്ട് ആണ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജസ് ഇവിടെ ഉള്ളത്, ദ നെഗറ്റീവ് ചാർജസ് ദാറ്റ് വി ഹാവ്, വാട്ട് നെയിം ഡു ദേ ഹാവ്? വാട്ട് നെയിം ഡു വി ഗിവ് ദം? അവർക്ക് പേരില്ലേ? ഏത് സബ്സ്റ്റൻസിലും ഉള്ള നെഗറ്റീവ് ചാർജ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരെന്താണ്? ആ പാർട്ടിക്കിൾസിന്റെ പേരെന്താണ്? ഇലക്ട്രോൺ. വെരി ഗുഡ്. നിരഞ്ജന പറയുന്നു ദി ആൻസർ ഇസ് ദി ഇലക്ട്രോൺ. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ? ഈ ആംബർ എന്ന് പറഞ്ഞിട്ടുള്ള ജെം സ്റ്റോൺ എന്ന് വെച്ചാൽ, ഈ ആംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റോണിന്റെ ഗ്രീക്ക് പേരെന്താണ്? എലക്ട്രം. ഗ്രീക്ക് ലാംഗ്വേജിൽ ആംബർ എന്താ പറയാ? നമ്മൾ ഇലക്ട്രം എന്നാണ് പറയാ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾക്ക് ഈ ടേം കിട്ടിയത്. ദാറ്റ് ടേം ഇലക്ട്രോൺ കംസ് ഫ്രോം ഇലക്ട്രം. അപ്പൊ ചെറിയൊരു ക്യൂരിയോസിറ്റിക്കുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. സോ ദീസ് ആർ ഇലക്ട്രിക് ചാർജസ്. അപ്പോൾ ഇവർ പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസിന് പരസ്പരം ഫോഴ്സസ് ഉണ്ടാവും. ഈ ഫോഴ്സസ് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. ഇവർ ഗ്രാവിറ്റിക്കാളും ഡിഫറെന്റ് ആണ്. കാരണം ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദി ഓബ്ജെക്ട്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതിലാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ചാർജസ് ഓഫ് ദി ഓബ്ജെക്ട്സ്. റൈറ്റ്? സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മാറാം. വാട്ട് ആർ ദി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? അപ്പോൾ ഏറ്റവും ആദ്യമുള്ള പ്രോപ്പർട്ടി ആണ് നമ്മളുടെ additivity. അടുത്ത നമ്മളുടെ മേജർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. എന്താണ് അതിന്റെ അടുത്തത്? കോൺസർവേഷൻ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നമ്മളുടെ ക്വാണ്ടൈസേഷൻ. ഈ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വി ഹാവ് additivity of charges, we have conservation of charges, we have quantization of charges. അപ്പോൾ ഈ additivity അർത്ഥം എന്താണ്? Charges can be added. Charges നമുക്ക് ആഡും ചെയ്യാൻ പറ്റും, can be added, and they can be subtracted. നമ്മൾ എങ്ങനെ ആഡും സബ്ട്രാക്ട് ചെയ്യും? അവർ എന്ത് റൂളാ ഫോളോ ചെയ്യുന്നത്? അവർ ഫോളോ ചെയ്യുന്നതാണ് algebraic റൂൾ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. They can be added or subtracted algebraically. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, സാർ വാട്ട് ഇസ് ദ ഡീൽ ഹിയർ എന്ന് വെച്ചാൽ ഇത് അത്ര ഒരു കാര്യമല്ലല്ലോ. നമ്മൾ നോർമൽ നമ്പേഴ്സ് പോലെ ഇവർ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുന്നു. വൈ ഇസ് ദിസ് സോ ഇമ്പോർട്ടന്റ്? നമുക്ക് ഇത് പ്രോപ്പർട്ടി ആയിട്ട് കാണേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിസിക്സിൽ പല കാര്യങ്ങളും ആൽജിബ്രിക്കലി ആഡ് ആവാറില്ല. മെനി തിങ്സ് ഇൻ ഫിസിക്സ് വിൽ നോട്ട് ആഡ് ആൽജിബ്രിക്കലി. ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? ഒരു കോമൺ ക്വാണ്ടിറ്റി അത് ആൽജിബ്രയുടെ റൂൾ ഫോളോ ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്?
common physical quantities ഉണ്ട് algebra follow ചെയ്യാത്തത്? Can anyone guess? വളരെ common quantity ആണ്, അത് algebra rule follow ചെയ്യാറില്ല. Anyone? Current algebra follow ചെയ്യും, Kirchhoff's current law, algebraic sum ആണ്, current follow ചെയ്യും. Anything else? വളരെ കോമൺ, നിങ്ങൾ വളരെ മുമ്പ്. സ്പീഡ് ആണോ അൻവർ? യു ആർ നിയർ ദി ആൻസർ, യു ആർ വെരി ക്ലോസ് ടു ദി ആൻസർ. കുറച്ചുകൂടി റിഫൈൻ ചെയ്യാൻ പറ്റുമോ ആൻസറിനെ? സ്പീഡിനുള്ള ആ യു ആർ വെരി നിയർ ദ കറക്റ്റ് ആൻസർ. വെലോസിറ്റി, നിരഞ്ജന, വെരി ഗുഡ്. വെലോസിറ്റി ഫോളോ ചെയ്യണില്ല. വെലോസിറ്റി ഫോളോസ് വെക്ടർ ലോ, റൈറ്റ്? അത് വെക്ടർ റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേറെ ക്വാണ്ടിറ്റി എന്താണ്? ഫോഴ്സ് എന്താ ഫോളോ ചെയ്യുന്നത്? ഫോഴ്സ് ഇസ് ഓൾസോ നോട്ട് ആഡിറ്റീവ്, റൈറ്റ്? ഫോഴ്സ് എന്താ ഫോളോ ചെയ്യുന്നത്? ആൽജിബ്രിക് റൂൾ അല്ല ഫോളോ ചെയ്യുന്നത്, അത് വെക്ടർ റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. വെലോസിറ്റി വെക്ടർ റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചാർജ് അങ്ങനെയല്ല. ചാർജസ് യു ക്യാൻ ആഡ് ഓർ സബ്ട്രാക്ട് ആൽജിബ്രിക്കലി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മളുടെ പ്രോപ്പർട്ടി റിഗാർഡിംഗ് ചാർജസ്. അതിന് ആഡിറ്റിവിറ്റി എന്നാണ് നമ്മൾ പറയാ. വി കോൾ ഇറ്റ് ആഡിറ്റിവിറ്റി. ജസ്റ്റ് എ മൊമെന്റ്. സോ ഇഫ് വി ഹാവ് എൻ ഒബ്ജെക്ട്, നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജെക്ട് ഉണ്ടെന്ന് വെക്ക്. അതിൽ പോസിറ്റീവ് ചാർജസ് 3 ഉണ്ട്, നെഗറ്റീവ് ചാർജസ് 2 ഉണ്ട്. അപ്പോൾ എഫക്റ്റീവ് ചാർജ് എന്താവും ഇതിന്റെ? വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് ചാർജ് ഹിയർ? ഹു വിൽ ടെൽ മീ? സിമ്പിൾ ആൻസർ. ഇതിന്റെ എഫക്റ്റീവ് ചാർജ് എന്താവും? 0. Think 3 positive charges and 2 negative charges. What is the effective charge? ഇതിന്റെ നെറ്റ് ചാർജ് എന്താണ്? ആൽജിബ്രേക്കിലി നമ്മൾ ചെയ്യുന്നത് 1, റൈറ്റ്? നോട്ട് 1 കൂളും, കാരണം ഞാൻ കൂളും വേണ്ടി പറഞ്ഞിട്ടില്ല. ഓക്കെ, വി ആർ ജസ്റ്റ് സേയിങ് 3 charges. I didn't say 3 coulombs of charge. ഓക്കെ, സോ ഇവിടെ എന്താണ്? +3 ഉണ്ട് ആൻഡ് -2 ഉണ്ട്. സോ എഫക്റ്റീവ്ലി ചാർജ് എത്രയാണ്? +1 ആണ് ഇതിന്റെ. അത് കൂളും ആവണമെന്നില്ല. ഇറ്റ് കുഡ് ബി എ സിംഗിൾ പ്രോട്ടോൺ, റൈറ്റ്? സോ വി ഹാവ് ടു ബി കെയർഫുൾ വിത്ത് ദി യൂണിറ്റ്സ് ഓൾസോ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. Additivity means that charges will add or subtract additively. ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. Any questions regarding additivity? Any doubts regarding additivity? Very simple concept. We can move on. Okay, fine. Let's go on. അപ്പോൾ അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? കോൺസർവേഷൻ എന്ന് വെച്ച ഒരു പ്രോപ്പർട്ടി ആണ്. അപ്പൊ കോൺസർവേഷൻ എന്താ? നമ്മൾ പറയണു വി ഹാവ് ടു കോൺസേർവ് ദ ഫോറസ്റ്റ്. നമ്മളുടെ ഫോറസ്റ്റ്, വനങ്ങളെ നമ്മൾ കൺസേർവ് ചെയ്യണം. എന്നതിന്റെ അർത്ഥം വാട്ട് ഡസ് ദാറ്റ് മീൻ? അല്ലെങ്കിൽ ഞാൻ വളരെ കൺസർവേറ്റീവ് ആണ്, എനിക്ക് കൂടുതൽ പുതിയ ഐഡിയകൾ ഇഷ്ടമല്ല, ഞാൻ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ദാറ്റ് മീൻ? കോൺസർവേഷൻ അർത്ഥം എന്താ? എനിവൺ ഗെസ്? What does conservation mean? Anyone? Who will tell me? Save, right? Anwar is telling me to save. That is correct. To protect something, right? അല്ലെങ്കിൽ വേറൊരു അർത്ഥം നമ്മൾക്ക് പറയുന്നത് എന്താണ്? അൺചേഞ്ചിങ്. കൺസേർവ്ഡ് നമ്മൾ വേർഡ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം ചിലപ്പോ 11th. എനർജി ഓഫ് എ സിസ്റ്റം ഇസ് കൺസേർവ്ഡ്. മാസ് ഇസ് കൺസേർവ്ഡ്, റൈറ്റ്? ചാർജ് ഇസ് കൺസേർവ്ഡ്. അതിന്റെ അർത്ഥം എന്താ? അൺചേഞ്ച്ഡ് ആണ് അതിന്റെ അർത്ഥം. ചേഞ്ച് ഇല്ല അതില്. ദർ ഇസ് നോ ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് ചാർജസിൽ ടോട്ടൽ ആയിട്ടുള്ള ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ആർ ദേ ട്രൈങ് ടു സേ? ലെറ്റ്സ് സേ ഐ ടേക്ക് എൻ ഒബ്ജെക്ട്. ഞാൻ ഒരു കഷ്ണം എടുത്തു ആംബറിന്റെ, ആൻഡ് ഐ റബ് ഇറ്റ് ഓൺ എ പീസ് ഓഫ് ക്ലോത്ത്. അപ്പൊ ഞാൻ പറയണു ഈ ആംബറിൽ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ദിസ് ആംബർ ഹാസ് എ നെഗറ്റീവ് ചാർജ്. സോ ബിഫോർ ഐ ഡിഡ് ദ എക്സ്പെരിമെന്റ്, ഈ തുണിയും ഇരിക്കുന്നുണ്ടായിരുന്നു, ഈ ആംബറും ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടിലും ഒരു ചാർജ് ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോ എക്സസ് ചാർജ്. ഞാൻ ഈ പ്രോസസ് ചെയ്തപ്പോ ഈ ആംബറിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് വന്നു. സോ മൈ ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു ഇസ്, ഡിഡ് ഐ ക്രിയേറ്റ് ദിസ് ചാർജ്? ഇത് ആദ്യം ഇല്ലാത്ത ചാർജ്, ഡിഡ് ഇറ്റ് കം ഔട്ട് ഓഫ് നത്തിങ്? ഡിഡ് ദിസ് ചാർജ് കം ഔട്ട് ഓഫ് നത്തിങ്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ ടു എവ്രി വൺ. നോ, റൈറ്റ്? യു കാൺ ഡു ദാറ്റ്. എന്തെങ്കിലും സോഴ്സ് വേണം. നമ്മളുടെ ചാർജ്, നമ്മൾ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിലാണ് ചാർജിന് വരാൻ പറ്റുള്ളൂ. സോ that means that if I have, let us say, how many are there? 1, 2, 3, 4, 5, 6, 7. ഇത് ചാർജ് അല്ല, അതിന് വിട്ടോ. This is not charge. So we have 7 units of negative charge here. And we said that the total charge, ഈ സിസ്റ്റത്തിലത്തെ ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആണ്, ചേഞ്ച് ആവാൻ പാടില്ല. അപ്പൊ മുമ്പ് എന്തായിരുന്നു? എല്ലാതും അൺചാർജ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടി സീറോ ചാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? There has to be +7 charge on the cloth. ഈ തുണിയിൽ +7 ചാർജ് ഉണ്ടാവണം. കാരണം എന്താ? ബിഫോർ വി ഡിഡ് ദ എക്സ്പെരിമെന്റ് ടോട്ടൽ ചാർജ് വാസ്
0. Right? So after the experiment also, normally complete system consider if we are considering the entire system, again the total charge has to be 0. Upon -7 plus x has to be 0. Up x and down +7 out. എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് ഉണ്ടായതിന്റെ മുമ്പും എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടും ടോട്ടൽ ചാർജ് എത്രയാണ് ഇപ്പോഴും 0 ആണ്. സിസ്റ്റത്തിന്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ മാറ്റിയിട്ടില്ല. കാരണം എന്താ? യു കനോട്ട് ക്രിയേറ്റ് ചാർജ് ഔട്ട് ഓഫ് നത്തിങ്. നമുക്ക് ശൂന്യതയിൽ നിന്ന് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. യു ഓൾസോ കനോട്ട് ഡിസ്ട്രോയ് ചാർജസ്. നമ്മൾക്ക് ചാർജ് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. സോ ദാറ്റ് ഇസ് ദ ക്വാളിറ്റി കോൾഡ് കോൺസർവേഷൻ ഓഫ് ചാർജ്. ഒരു സിസ്റ്റത്തിലത്തെ ടോട്ടൽ ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. നമ്മൾ ചാർജ് ഒരു ഒബ്ജക്റ്റിന് ചെയ്യുകയാണെങ്കിൽ അത്ര തന്നെ ഓപ്പോസിറ്റ് ചാർജ് മറ്റേ ഒബ്ജക്റ്റിൽ ഉണ്ടാവാണ്ടിരിക്കില്ല. ദാറ്റ് ഇസ് എ റൂൾ ഓഫ് ഫിസിക്സ്. അതില്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല. അത് ഓർമ്മ വെക്കുക. മദർ നേച്ചർ വിൽ ഓൾവേസ് ബാലൻസ് അവർ അക്കൗണ്ട്. മദർ നേച്ചർ എപ്പോഴും പറയും ഇവിടെ -7 ചാർജ് ഉണ്ടെങ്കിൽ എന്നെ കാണിക്കുക +7 ചാർജ് എവിടെ ഉള്ളതെന്ന്. സോ ദിസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് കോൺസർവേഷൻ. അടുത്ത ടോപ്പിക് എന്താണ്? നമ്മളുടെ ക്വാണ്ടൈസേഷൻ. അപ്പോൾ ഈ ടോപ്പിക്കിൽ കുറച്ച് സ്ട്രഗിൾ പിള്ളേർക്ക് ഉണ്ടാവാറുണ്ട്. ലെറ്റ് മീ ട്രൈ എ സ്മോൾ എക്സാമ്പിൾ. വി സീ എ ബക്കറ്റ് ഓഫ് വാട്ടർ. നമ്മളിൽ ഒരു ബക്കറ്റ് ഉണ്ട്, അതിനുള്ളിൽ വാട്ടർ ഉണ്ട്. ദിസ് ഇസ്, ഡോണ്ട് വറി, ഇത് ബ്ലഡ് അല്ല, ഇത് വെള്ളം തന്നെയാണ്. സോ വി ഹാവ് എ ബക്കറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഈ ബക്കറ്റിൽ നിന്ന് ഞാനൊരു ടൈനി ആയിട്ടുള്ള ഒരു റീജിയൻ ഞാൻ സെപ്പറേറ്റ് ചെയ്തു ഇതിന്റെ ഉള്ളിൽ നിന്ന്. സോ ഐ ഹാവ് എ ടൈനി എമൗണ്ട് ഓഫ് വാട്ടർ ഔട്ട്സൈഡ് ഹിയർ. Can I divide it into smaller volumes? ഇതിനെ എനിക്ക് ഇനിയും ചെറിയ വോള്യൂമിലേക്ക് മാറ്റാൻ പറ്റുമോ? Can I divide it into smaller volumes? This is my question. ചെയ്യാൻ പറ്റുമോ? Can I cut it into a smaller volume? ഒരു ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതുള്ളത്. ഇത് നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റുമോ ഈ വോള്യൂം? എനിവൺ? ഞാൻ ആ ബക്കറ്റിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തു. Can I divide it further? Ajal paranu, yes. Who else agrees that we can divide it further? നമുക്ക് ഇതിനെയും ചെറുതാക്കാൻ പറ്റും. ആർക്കൊക്കെ തോന്നുന്നു? Who will tell me? Pooja is also agreeing. Okay. We can, right? ഇതിനെയും ചെറുതാക്കാൻ പറ്റും. So I keep on dividing this volume again and again. ഞാൻ ഇതിൽ നിന്ന് വേറൊരു ചെറിയൊരു വോള്യൂം എടുത്തു, ഇനിയും ചെറിയ വോള്യൂം എടുത്തു, and I keep making it smaller and smaller. Can I continue this way forever while still dealing with water? ഇത് വെള്ളം തന്നെ ആയിരിക്കണം, right? It should not change into something else. So can I keep on dividing this forever? എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഈ വോള്യൂമിന് കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ again and again? Right? So if I keep dividing, ultimately I will reach a single molecule of water. Yes or no? If I keep making it smaller and smaller, ultimately we reach a single molecule of water. Idine further divide cheyan pattumo ani? Can I break this further and still keep water? Idine onnudi divide cheyaണെങ്കിൽ അത് water തന്നെ ആയിരിക്കും ani? Will it remain water? No, right? So ഇതെന്താണ്? This is the limit of quantization. ഇതെന്താണ്? നമ്മളുടെ ലിമിറ്റ് ആണ്. നമ്മൾക്ക് ഇതിക്കാളും ചെറുത് ഒരു വാട്ടർ യൂണിറ്റ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. The smallest unit of water is a single water molecule. അതുകാരണം നമ്മൾ ചെറുതാക്കാൻ നോക്കിയാൽ പിന്നെ അത് വാട്ടർ അല്ല, it turns into something else. അപ്പോൾ ചാർജും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. So if you were to switch mental picture, ഇപ്പൊ എന്തായിരുന്നു? We had a bucket of water. Now ആ ബക്കറ്റ് ഓഫ് വാട്ടർ വിട്. ലെറ്റ് സേ ദാറ്റ് ദിസ് ഇസ് ചാർജ്. ഇതൊരു ചാർജ് ആണ്. ലെറ്റ് us say ഇതൊരു 10 കൂളും ചാർജ് ഉണ്ട് ഇവിടെ. There is 10 coulombs of charge here. I can keep dividing. അതിനെ I can make it 1/10 coulombs. I can make it 1/100 coulombs. ഒരു കൂളമിന്റെ 100th part അല്ലെങ്കിൽ ഒരു കൂളമിന്റെ 1000th part. But if I keep dividing again and again and again, ultimately I will reach a just a moment. I will reach a tiny unit of charge. ഇതിനെ ഇനി further divide ചെയ്യാൻ പറ്റില്ല. So this is called a quantum of charge. ഇത് നമ്മൾ എന്താ പറയാ? ഒരു quantum of charge എന്നാണ് പറയാ. ഇതിനെ this is the smallest unit of charge. അപ്പോൾ അതെന്താണ്? Who will tell me the smallest quantum of charge? എന്ത് ചാർജ് ആണെങ്കിലും ഇതിനെ മൾട്ടിപ്ലൈ ആയിട്ടിരിക്കുള്ളൂ. It is 1.602 times 10 to the power how much? Negative how much? Isn't exponent എന്താവും? Can anyone tell me? What will be the exponent here?
Negative 19. Very good. Anwar has answered negative 19. What is the unit? Coulomb. Appo, nammal edu systemilum charge inde kude deal cheyanengil what we find out is that if we keep on going further and further into the system, nammal microscopic level system study cheyanengil all of these bulk charges, 1 coulomb, 2 coulomb, 1 billion coulombs, they are made up of the same repeating unit of charge. ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, നമ്മൾക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. There is no such thing as 0.8 times negative 19 coulomb. ഒരു ഹാഫ് ഇലക്ട്രോൺ പോസിബിൾ അല്ല, അത് പിന്നെ ചാർജ് അല്ല, ഇറ്റ് ഇസ് സംതിങ് എൽസ് ദെൻ, റൈറ്റ്? അതാണ് ക്വാണ്ടൈസേഷൻ. Any charge exists as the multiple of a fundamental quantum of charge. നമ്മൾ ഏത് ചാർജിനെ പറ്റി പറയുകയാണെങ്കിലും നമ്മൾ Q ആയിട്ട് അത് കാണുകയാണെങ്കിൽ, let's say the charge is Q, it will be what? An integral multiple, എന്ന് വെച്ചാൽ ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ എന്നിന്റെ ആവും അത് of this basic unit of charge. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1.602 times 10 to the power negative 19 coulomb. അപ്പോ these are the three most important properties. നമ്മളുടെ ഇലക്ട്രിക് ചാർജിന്റെ ആവേശത്തിന്റെ മൂന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണ്? We have additivity, we have conservation of charge, and we have quantization of charge. These are the three most important properties of charge. അപ്പോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? Does anyone have any questions or any doubts here? ഇതിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കാം ഈ മൂന്ന് കാര്യത്തിൽ. Any questions? No. Did you enjoy this so far? നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കിയത്, did you enjoy this process? Wonderful. That's what I want to hear. Okay. Okay. Definition for quantization of charges, Eben is asking. So Eben, ഒരു question ചോദിച്ചു, sir, what is the definition for quantization of charge? അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. All charge exists. ഓർമ്മ വെക്കുക, all charge exists as the integral multiple. ഇതാണ് നമ്മളുടെ കീ വേർഡ് ഇവിടെ, റൈറ്റ്? നിങ്ങൾ എക്സാമിൽ ആൻസർ എഴുതുമ്പോൾ എന്താ വേണ്ടേ? The teacher doesn't have time to read the entire paragraph. സമയമില്ലാത്ര. So what are they looking for? They're looking for keywords. അപ്പോൾ നമ്മൾ എന്താ കീവേഡ് ഇടാൻ പോകുന്നത്? Any charge exists as the multiple, integral multiple, ഓർമ്മ വെക്കുക, as the integral multiple of a basic unit of charge called a quantum of charge. അത് കഴിഞ്ഞിട്ട് ഈ സിമ്പിൾ അവിടെ എഴുതാ, E, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാ. E is equal to how much? 1.602 times 10 to the power negative 19 coulombs. Leave this alone. 1.602 times 10 to the power negative 19 coulombs. This is the fundamental unit of charge. Any unit, any amount of charge is an integral multiple of this fundamental unit of charge. ഇതാണ് നിങ്ങൾ എക്സാമിൽ എഴുതേണ്ടത്. ഈ കീവേഡ്സ് അതിലുണ്ട്. ഫണ്ടമെന്റൽ quantum of charge, integral multiple. ഇത് കണ്ടാൽ ടീച്ചറിന് അറിയാം, ഓക്കെ, ദിസ് ചൈൽഡ് നോസ് ദി ആൻസർ. ഇയാൾക്ക് ആൻസർ അറിയാം, എഴുതാൻ അറിയാം, ഫുൾ മാർക്സ്. മൂവ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർമ്മ വയ്ക്കുക, ഡോണ്ട് വേസ്റ്റ് യുവർ ടീച്ചേഴ്സ് ടൈം, റൈറ്റ്? ഇൻസ്ട്രക്ടറുടെ സമയം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ദേ വിൽ ബി ഹാപ്പി ആൻഡ് ദേ വിൽ ഗിവ് യു ഗുഡ് മാർക്സ്, റൈറ്റ്? ഓക്കെ, സോ ബി പ്രിസൈസ്. നമ്മൾ വളരെ പ്രിസൈസ് ആണ് നമ്മുടെ ആൻസറിംഗിൽ. അടുത്ത കാര്യം, അടുത്ത മേജർ ടോപ്പിക്, വാട്ട് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോ നമ്മൾ 8ാം ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് what did we study in class 8? 8ാം ക്ലാസ്സിൽ we were small children, right? That was just 3 years ago. You were small kids. Now you're almost ready for college. So what did you learn in class 8? What is a conductor? Conductor എന്താണ്? The simple definition. Simple definition മതി. I like to keep things simple. What is a conductor? Who will tell me? Conduct electricity, right? It allows electricity to pass through it. എന്നാണ് നമ്മൾ പറയണത്. A material that allows electricity to pass, allows current, allows passage. Ajal, Anwar, you're all giving correct answers, right? This answer is correct. ഈ നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്, but it is incomplete. And I will tell you why it is incomplete. Think of it this way. We are living in, let's say that you are living in Srinagar, right? You are living in Kashmir. Summer, you have opened the tap, water comes out. Right? In the winter, temperature എത്രയാണ്? negative 10 degree Celsius on temperature. You open the tap, വെള്ളം വരുമോ? Will water come out? പറയൂ. Right? You open the tap, it is winter, negative 10 degree Celsius temperature പുറത്ത്. Will water come out when you open the tap? Heating ഒന്നുമില്ല വീട്ടിൽ. Simple ആയിട്ടൊരു വീടാണ്. Will there be any water? No. Is there water in the tap?
വെള്ളമുണ്ടോ ടാപ്പിൽ? Simple question, guys and girls. Yes, but the water won't come out. It is frozen, right? അത് ഐസായി മാറി. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് a material which allows electricity to flow through it is not completely accurate. അപ്പോൾ ഓർമ്മ വെക്കുക, conductor definition എന്താണ് proper ആയിട്ടുള്ള definition? What is the correct definition for a conductor? A material, any material which contains large amounts of free electrons, Anwar, very good, of free electrons, adana conductor, right? Apo all these metals, copper, iron, aluminum, sodium, potassium, whatever, ee metals okke endana, they contain large amounts of free electrons. So our allow alla cheyyunnathu, they are not allowing electricity to flow. They have free charges and the charges are flowing. That is why they support current, right? This is the property of a conductor. A material which contains large amounts of free electrons is a conductor. Angane thanne insulator endana, it contains fixed charges. Oru insulator endana fixed charge aanullathu. Appo charge rendu caseilum undu. Both a conductor and an insulator will contain large amounts of charge, right? Oru rubber kashanam edukkaanengil charge adilum undu kore. There are plenty of electrons, plenty of protons adilum undu. But why is it different from a piece of copper? In the copper, the charges are free to move. They can move inside the copper material. But rubber lendana, all the charges are fixed in place. So conductors contain free charges. Insulators do not contain any free charges. If you have a conductor, idu conductor aanu vekke, adine nammal oru voltage apply cheyananu vekke. അതെങ്ങനെയാണ്? ഒരു പൈപ്പിൽ നമ്മൾ ഒരു പമ്പ് ഓണാക്കി, ഒരു പൈപ്പ് ഉണ്ട്, നമ്മളൊരു പമ്പ് ഓണാക്കി, അത് പമ്പ് എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ദ പമ്പ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ എനർജി, അത് കാരണം വെള്ളം മൂവ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ എന്താണ്? വി ഹാവ് മൂവബിൾ ഇലക്ട്രോൺസ്, വി ഹാവ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ അവർക്ക് എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? ദേ സ്റ്റാർട്ട് ഫ്ലോയിങ് ഇൻ വൺ ഡയറക്ഷൻ. ചാർജ് ഫ്ലോ നമ്മൾ എന്താ പറയാ? വി കോൾ ചാർജ് ഫ്ലോ കറന്റ്, റൈറ്റ്? ഐ ടേക്ക് എ പീസ് ഓഫ് റബ്ബർ, എൻ്റെ റബ്ബറിന്റെ കഷ്ണം ഉണ്ട്, അതിനെ ആ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്താ പ്രശ്നം? വിന്ററിൽ വെള്ളം ഫ്രീസ് ആയി കഴിഞ്ഞാൽ പമ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻ വിന്റർ ഇഫ് ദ വാട്ടർ ഫ്രീസസ്, ഐസായി മാറി പൈപ്പിന്റെ ഉള്ളിൽ, പമ്പ് ഓടിച്ചാൽ കാര്യമുണ്ടോ? നോ, ദ വാട്ടർ വിൽ നോട്ട് മൂവ്, ദ വാട്ടർ ഇസ് നോട്ട് ഫ്രീ ടു മൂവ്. അങ്ങനെ തന്നെ ഒരു ഇൻസുലേറ്ററിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്താലും ആ ഇലക്ട്രോൺസ് എന്താണ്? ഫിക്സ്ഡ് ആണ്. ദി ഇലക്ട്രോൺസ് ആർ ഫിക്സ്ഡ് ഇൻ പ്ലേസ്. ബിക്കോസ് ദേ ആർ ഫിക്സ്ഡ് ഇൻ പ്ലേസ്, ദേ കാൺട്ട് മൂവ്. They don't support the flow of electricity. They are insulators. So this is the difference between conductors and insulators, right? Okay, so let's move on. What are the, okay, Niranjana is asking, what is a good example of an insulator? Rubber is a good example of an insulator. Polythene, bakelite, insulator example endokkaanu. Insulators, let's see. So here is the answer. Plastics mainly insulators are. Most plastics are very good insulators. We have rubber, good insulator ana, right? We have aluminum oxide, Al2O3, null insulator ana. Salt, common salt, NaCl, salt, no, uppu, weetil using uppu, that's a good insulator. Idil okke electron undu, right? They all contain electrons, huge amounts of electrons, but they are all fixed in place. Avarku move cheyan pattilla. If they are not movable, they cannot contribute to conduction, so the material is an insulator. Okay, okay. Anyway, so question endarnu, what are the methods by which we can charge objects? Appo idinte rendu main methods undu. There are two main methods for doing this. Just a moment. So we have charging by, just a second. So we have charging by conduction. Idoru method aanu nammalde. The other method is charging by induction. This is charging by conduction, charging by induction. Charging by conduction is simplicity itself. Valare simple aanu. Endana? We will rub two objects together. When we rub two objects together, we get charges on both the objects, right? That is one way.
Where method endana? Let us say that I have a plastic scale, or let's say a glass scale, and glass into scale ഉണ്ട്. I have a scale or ruler made from glass. Glassle positive charge ആണ് accumulate ആവുന്നത്. Glasses, if you glass in the custom rub if you rub it on a piece of cloth, and the glass will have in the charge positive charge. If I bring this near a piece of metal, if I bring this and touch a piece of metal, e metal and a positive charge. This is charging by conduction. And the property and the main item charging by conduction, what we have is contact. Contact and down. In charging by conduction, we have contact. We touch the charging by conduction in down. Any question, I have a question for everyone. I glass scale rubber positive charge and right under. Metal object touch positive charges carry. My question to everyone who is in this class: E material to solid glass e metal to can solid charges move inside the material? This is my question. Solid charges positive charges material particle positive charge responsible particles can anyone tell me? Which particles have positive charge? The particle are positive charge atom proton. Very good. Niranjana has said it is proton. I been proton. The question is, can protons move? A solid object protons move where is it possible? Protons material move. Can protons move from the glass to the other material? Think carefully. Protons ever exist in the. Where do protons exist in the material? Think. Ever nucleus. Nucleus. So nucleus is move. Can you break a proton away from the nucleus and send it somewhere? That's a nuclear reaction. Think about it, right? If you are breaking a proton from a nucleus, that's a nuclear reaction. So you are performing a nuclear reaction. That's possible or no? Is that possible? No, right? So does everyone agree? We cannot move positive charges solid material. Solid object. Positive charges move. We cannot move them. Then I'm wrong, right? Then I'm completely wrong. This is not possible. How do I move positive charges from one to other material? The nuclear reaction is possible. What is actually happening? This is my question here. Actually, we just learned conservation of charge. That's the clue. Electrons can move. Very good. Ranjana parayanu, electrons can move. One object positively charged, it contains a lack of electrons. That's electrons are net positive charge. So you cannot add positive charge to a material. What is actually happening? Normally, positive glass rod, electrons object in the glass rod. That's positive charges uncover. Right? Understand this. Positive charge and down when you remove electrons from a material. Positive charge. Protons move. Positive charges cannot move from A to B in a solid material. Right? You create a positive charge by removing electrons. Material electrons remove positive charge create. Is there any confusion? Is anyone feeling confused about this? Confusion explain. Wonderful. Okay, no one is confused. Very good. Sinan has raised a hand. Please, Parayu, what is your question? Sinan, can you put your question in the chat? Question. Okay, Sinan, I'll come back to you
right, in a few minutes. Okay. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? വാട്ട് ഈസ് കണ്ടക്ഷൻ ആണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ. നമ്മൾ ചാർജ് ഒബ്ജക്റ്റ് എടുത്തു, മറ്റൊരു ഒബ്ജക്റ്റിനോട് ടച്ച് ചെയ്തു, ചാർജ് ട്രാൻസ്ഫർ ആയി. അടുത്തതാണ് നമ്മളുടെ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ കുറച്ചുകൂടിയും ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയില്ല. ഇറ്റ് ഇസ് നോട്ട് റിയലി ഡിഫിക്കൽട്ട്, ഇറ്റ് ഇസ് ലിറ്റിൽ മോർ ഡീറ്റെയിൽഡ്. അത് കുറച്ചും ഡീറ്റെയിൽഡ് ആണ്. അപ്പൊ ഇൻഡക്ഷനിൽ നിന്നുണ്ടാവണം. ലെറ്റ്സ് സേ ദാറ്റ് ഐ ഹാവ് എ ചാർജ് ഒബ്ജക്ട്. അഗൈൻ നമുക്ക് ആ ഗ്ലാസ് സ്കെയിൽ തന്നെ എടുക്കാം, ആ ഗ്ലാസ് റൂളർ എടുക്കാം. അതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്റെ കയ്യിൽ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട് പരസ്പരം കണക്ട് ആയിട്ടുള്ളത്. സോ ഒബ്ജക്ട് എ ഉണ്ട്, ഒബ്ജക്ട് ബി ഉണ്ട്. അവർ ഇൻസുലേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡുമാണ് ഇരിക്കുന്നത്. ദേ ആർ സിറ്റിംഗ് ഓൺ ടു ഇൻസുലേറ്റഡ് സ്റ്റാൻഡ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐ ബ്രോട്ട് ദിസ് ഒബ്ജക്ട് ഇൻ കോൺടാക്ട്. നമ്മളുടെ ഗ്ലാസ് റൂളർ, പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഗ്ലാസ് റൂളർ ഞാൻ കോൺടാക്റ്റിൽ കൊണ്ടുവന്നു. എവിടെ? ഒബ്ജക്ട് എന്റെ കൂടെ. ഐ ബ്രിങ് ഇറ്റ് നിയർ ഹിയർ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ഹാപ്പൻസ്? ഇഫ് ഐ ടച്ച് ദിസ് ഗ്ലാസ് സ്കെയിൽ, ഞാൻ ഈ ഗ്ലാസ് സ്കെയിൽ ടച്ച് ചെയ്യാണ് ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്, എന്തുണ്ടാവും? എയും ബിയും കണ്ടക്ടേഴ്സ് ആണെന്ന് ഓർമ്മയ്ക്കുക. ദേ ആർ ബോത്ത് കണ്ടക്ടേഴ്സ്. ഇത് ഓർമ്മയ്ക്കുക. അപ്പൊ എന്തുണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൻ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. വെരി ഗുഡ്. എന്തുണ്ടാവും? ഒബ്ജക്ട് എന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ദേ ആർ അട്രാക്റ്റഡ് ടു പോസിറ്റീവ് ചാർജ്, റൈറ്റ്? എന്താണ് നമ്മൾ പറഞ്ഞത്? അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്, റൈറ്റ്? അപ്പോ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺസ് ഇവിടെ പുറത്ത് വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഇവിടെ നിന്നുണ്ടാവും നമ്മൾക്ക് ഒരു നെറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇതാണ് നമ്മളുടെ കണ്ടക്ഷന്റെ കേസ്, റൈറ്റ്? ദിസ് ഇസ് ദ കേസ് ഓഫ് കണ്ടക്ഷൻ. നമ്മൾക്ക് ഇനി സ്ലൈറ്റ്ലി സിനാരിയോ മാറ്റാം. വി വിൽ ചേഞ്ച് ദ സിനാരിയോ വെരി സ്ലൈറ്റ്ലി. അപ്പോൾ നമ്മളുടെ കയ്യിൽ സെയിം സെറ്റപ്പ് ആണ് എപ്പോഴും ഉള്ളത്. വി ഹാവ് ദ സെയിം സെറ്റപ്പ്. നമ്മളിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്. രണ്ടും കണ്ടക്ടറും ആണ്. ബോത്ത് ആർ കണ്ടക്ടേഴ്സ്. അവർ രണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ദേ ആർ പ്ലേസ്ഡ് ഓൺ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്സ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഐ ബ്രിങ് ദ റൂളർ. നമ്മൾ ഈ സ്കെയിൽ ഇവിടെ കൊണ്ടുവന്നു, പക്ഷെ ടച്ച് ചെയ്യണില്ല ഈ പ്രാവശ്യം. വി ആർ നോട്ട് ടച്ചിങ് ദ സ്കെയിൽ ഹിയർ. ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സ്കെയിൽ ഞാൻ ടച്ച് ചെയ്യണില്ല. അപ്പൊ ആ കേസിൽ എന്താണ് ഉണ്ടാവുക? ഈ മെറ്റീരിയലിൽ ഏത് ചാർജസ് ആണ് മൂവ് ചെയ്യാൻ പറ്റുക? ടെൽ മീ ദിസ്. ഇവർ കണക്റ്റഡ് ആണ് പരസ്പരം. ദേ ആർ കണക്റ്റഡ്. ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്. എയും ബിയിലും ഏത് പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്? വിച്ച് പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് ഹിയർ? ഇലക്ട്രോൺസ് ക്യാൻ മൂവ്, റൈറ്റ്? ഈ ഒബ്ജക്ട്സിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് ദീസ് ഇലക്ട്രോൺസ് കനോട്ട് ജംപ് ഇൻ ടു ദ സ്കെയിൽ. കോൺടാക്ട് പ്രശ്നമില്ല അവർക്ക്, റൈറ്റ്? ഇവർ ടച്ച് ചെയ്തിട്ടില്ല, അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. The positive charge will attract the electrons. ഈ പോസിറ്റീവ് ചാർജ്, നമ്മളുടെ സ്കെയിലത്തെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അത് ഈ മെറ്റീരിയൽസിലത്തെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും ടു വൺ സൈഡ്. പക്ഷെ ഇത് അട്രാക്ട് ആയിട്ടുള്ളോ ട്രാൻസ്ഫർ ആയിട്ടില്ല, ഓർമ്മ വെക്കുക. ദേ ആർ അട്രാക്റ്റഡ്, ദേ ആർ നോട്ട് ട്രാൻസ്ഫേർഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? വി ഹാവ് ഇൻഡ്യൂസ്ഡ്. നമ്മളിവിടെ ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഇൻഡ്യൂസ്ഡ് എ നെഗറ്റീവ് ചാർജ് ഹിയർ. ഈ ചാർജ് ജമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എവിടുന്ന് വന്നേ? ദേ കെയിം ഫ്രം ബി. ഈ ഇലക്ട്രോൺസ് ബി ഒബ്ജക്റ്റിൽ നിന്ന് വന്ന് എയിലേക്ക് കയറി, എയിലും അവര് ഈ സൈഡിൽ അവർ അക്യൂമുലേറ്റ് ആയി. നൗ ഐ ബ്രേക്ക് ദ കണക്ഷൻ. ഞാൻ ഈ കണക്ഷനോട് പൊട്ടിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താവും? there will be positive charges here. So നമ്മൾ രണ്ട് ഒബ്ജക്ട്സിനെ ഡയറക്ട്ലി ടച്ച് ചെയ്യാണ്ട് കോൺടാക്റ്റിൽ കൊണ്ടുവരാണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവരെ ചാർജ് ചെയ്തു. ദിസ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻ ചാർജിങ് ബൈ ഇൻഡക്ഷൻ കോൺടാക്ട് ഇല്ല. ദർ ഇസ് നോ ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദ ചാർജ് ആൻഡ് ദി അൺചാർജ് ഒബ്ജക്ട്. നമ്മൾ കോൺടാക്ട് അവരെ പരസ്പരം ചെയ്യില്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണേ? ദ പോസിറ്റീവ് ചാർജ് വിൽ ഇൻഡ്യൂസ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദി അതർ ഒബ്ജക്ട്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താവും? ഇറ്റ് വിൽ ഇൻഡ്യൂസ് എ പോസിറ്റീവ് ചാർജ് ഇൻ ദി അതർ ഒബ്ജക്ട്. ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യും. അപ്പോൾ എന്താവും? അവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഇൻഡ്യൂസ് ആവുന്നത്. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ ഓൾ ഓഫ് യു. ആരുടെയൊക്കെ വീട്ടിൽ പഴയ തരം ടി വി ഉണ്ട്? The old big TV. എൻ്റെ കയ്യിലുണ്ട്. I have them still. Who else has them? Old style TVs. Anwar has raised his hand. Okay. So Anwar, tell me this. Have you ever tried this experiment? നമ്മൾ ഈ പഴയ തരം ടിവിയുടെ അടുത്ത് നമ്മളുടെ കൈ കൊണ്ടുവരാണെങ്കിൽ do you see something happening? If you bring your hand near those old TVs after they have ഓടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവണം?
what happens? What do you observe? ആ കേസിൽ എന്തുണ്ടാവുന്നുണ്ട്? ഹീറ്റ് ഉണ്ട്. പിന്നെ you will notice നമ്മൾ സ്ക്രീനിന്റെ അടുത്ത് നമ്മുടെ കൈ കൊണ്ടുവരാണെങ്കിൽ our hair will stand up. Has anyone tried this? ആരും ട്രൈ ചെയ്തിട്ടുണ്ടോ? പഴയ ടിവിയുടെ അടുത്ത് നമ്മൾ കൈ കൊണ്ടുവരാണെങ്കിൽ നമ്മളുടെ കയ്യിലത്തെ മുടി നമ്മളുടെ എന്താണ് സ്റ്റാൻഡ് ചെയ്ത് തുടങ്ങും, റൈറ്റ്? അതെന്താണ് അതിന് കാരണം? ഇസ് ദാറ്റ് ചാർജിങ് ബൈ, ഓക്കെ, തിങ്ക് കെയർഫുള്ളി, ഇസ് ദാറ്റ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ഓർ ചാർജിങ് ബൈ ഇൻഡക്ഷൻ? പറയൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചാർജിങ് ഇൻഡക്ഷൻ. അൻവർ, വെരി ഗുഡ്. കാരണം എന്താ? നമ്മളുടെ ഹെയർ ആക്ച്വലി ടച്ച് ഒന്നും ചെയ്യണില്ല. ആർ ഹെയർ ഇസ് നോട്ട് ടച്ചിങ് ദ സ്ക്രീൻ, ബട്ട് സ്റ്റിൽ എന്താണ് ആ സ്ക്രീനിൽ ചാർജ് ഉള്ളത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇസ് അട്രാക്ടിങ് ദ ചാർജസ് ഇൻ ആർ ഹെയർ. അത് കാരണമാണ് നമ്മളുടെ ഹെയർ അട്രാക്ട് ആവുന്നത്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഡിസ്കസ് എന്താ ചെയ്തത്? there are two ways to charge an object: charging by induction and charging by conduction. Okay, Niranjana ചോദിക്കുന്നു, good question sir, can we change conductor to insulator? Question നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് when we are discussing semiconductors ആണ്. That's a later chapter, but I will give you a simple if you raise the temperature of an insulator, നമ്മളൊരു ഇൻസുലേറ്റർ എടുത്തു, നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ കൂടെങ്കിൽ ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ കണ്ടക്ടർ. നമ്മളൊരു ഇൻസുലേറ്റർ എടുത്തിട്ട് അതിനെ ചൂടാക്കാണ്, അതിനെ നന്നായിട്ട് ചൂടാക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഹീറ്റിംഗ് ഇറ്റ് ടു ഹൈ ടെമ്പറേച്ചർ, ഇറ്റ് വിൽ ബിക്കം it will turn into an insulator will turn into a conductor. And I want you to think about why this is happening. ഇതിന്റെ കാരണം എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു ഇൻസുലേറ്റർ ചൂടാക്കുകയാണെങ്കിൽ അത് കണ്ടക്ടറായി മാറാ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് I want you to think about it. Okay. Any other questions? വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Just a moment. Okay, any doubts in conduction and induction? Any questions? You can get many small 1-mark questions from these topics. These topics ignore ചെയ്യാണ്ടിരിക്കുക. Many children ignore them. തുടക്കത്തിലത്തെ ഇൻട്രൊഡക്ഷൻ ആണ്, ഇതിന്റെ ആവശ്യമില്ല. ഇങ്ങനത്തെ ടോപ്പിക്സ് ഇന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലും വരാം, നമ്മളുടെ ബോർഡ് എക്സാംസിലും വരാം. സോ ടേക്ക് ദം സീരിയസ്ലി. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ആർക്കും ഇഷ്യൂ ഇല്ല, ഡൗട്ട്സ് ഒന്നും ഇല്ല. സോ ലെറ്റ്സ് ഗോ അഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൂളംസ് ലോ? അപ്പോ ഓഗസ്റ്റിൻ കൂളം എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന ചോദിക്കുന്നു, ക്യാൻ വി ചേഞ്ച് കണ്ടക്ടർ ടു ഇൻസുലേറ്റർ? നോ, റൈറ്റ്? അത് ദ റീസൺസ് ആർ കോംപ്ലെക്സ്. അതിന്റെ റീസൺസ്, പക്ഷെ നമ്മൾ ഒരു കണ്ടക്ടർ ഇൻസുലേറ്റർ ആക്കി മാറ്റണമെങ്കിൽ അത് ഈസിയും അല്ല, അത് മോസ്റ്റ് കേസസിൽ പോസിബിളും അല്ല. ബട്ട് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, നിരഞ്ജന, യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, വാട്ട് ഈസ് കൂളംസ് ലോ? അപ്പൊ കൂളം എന്ത് പറഞ്ഞു? വാട്ട് ഡിഡ് കൂളം സേ? കൂളം പറഞ്ഞു, വി ക്യാൻ കാൽക്കുലേറ്റ്, രണ്ട് ചാർജസിന്റെ തമ്മിൽ ഫോഴ്സസ് എന്താവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയുണ്ട്. അപ്പൊ അതെന്താണ്? ദാറ്റ് ഇസ് ത്രൂ കൂളംസ് ലോ. അപ്പൊ അവരെന്ത് പറഞ്ഞു? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, നമ്മളുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ടെന്ന് വെക്കുക, Q1 ആൻഡ് Q2. ഈ ചാർജസിന്റെ പറ്റി ചില അസംഷൻസ് ഉണ്ട് നമ്മൾക്ക്. വി ഹാവ് സം അസംഷൻസ് അബൌട്ട് ദീസ് ചാർജസ്. എന്താ അസംഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് രണ്ടും പോയിന്റ് ചാർജ് ആണ്. ദീസ് ആർ ബോത്ത് പോയിന്റ് ചാർജസ്. എന്ന് വെച്ചാൽ ഇവർക്കൊരു ഫിസിക്കൽ ഡിമെൻഷൻ ഇല്ല. നിങ്ങൾ ചോദിക്കുകയാണ് Q1ന്റെ സൈസ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ആൻസർ ഇല്ല. ഇറ്റ് ഇസ് എ പോയിന്റ് ചാർജ്. അതിന്റെ സൈസ് ഓൾമോസ്റ്റ് 0 ആണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. ആൻഡ് സെക്കൻഡ് അസംഷൻ എന്താണ്? ഇവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2 ഈസ് മച്ച് ബിഗർ ദാൻ ദെയർ ആക്ച്വൽ സൈസ്. ഇവരുടെ ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് എന്താണ്? അവരുടെ സൈസ് കാർഡും വളരെ വളരെ കൂടുതലാണ്. ദീസ് ആർ ദ ടു അസംഷൻസ്. ഫസ്റ്റ് എന്താണ്? Q1 ആൻഡ് Q2 ആർ പോയിന്റ് ചാർജസ്. സെക്കൻഡ് അസംഷൻ എന്താണ്? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ വളരെ കൂടുതലാണ്. ആ കേസിൽ, ഇൻ ദാറ്റ് കേസ്, വി ഹാവ് എ സിമ്പിൾ ഇക്വേഷൻ. നമ്മളിൽ ഒരു വളരെ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. F is equal to K. K ഒരു കോൺസ്റ്റന്റ് ആണ്. Q1 multiplied by Q2. Q1ന്റെ മാഗ്നിറ്റ്യൂഡും Q2യുടെ മാഗ്നിറ്റ്യൂഡും സൈനും ആവശ്യം വരും, ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R എന്താണ്? R അവർ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. ദിസ് ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ Q1 ആൻഡ് Q2. അപ്പോ ഇതാണ് നമ്മളുടെ കൂളംബിക് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പൊ ഇവരെന്ത് പറയുന്നു? if 2 point charges Q1 and Q2 are separated by a distance R, then the force acting between them, the force acting between Q1 and Q2 will be equal to K multiplied by
Q1 times Q2 divided by R square. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ക്ലൂ കിട്ടുന്ന വാട്ട് ഈ കൂളംബിക് ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ്. ഇതെന്താണ്? ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. വി വിൽ ട്രൈ സം ന്യൂമെറിക്കൽ പ്രോബ്ലംസ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഐ മീൻ ബൈ ദിസ്. നമ്മൾ ഈ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സിന്റെ അർത്ഥം എന്താണ്? ബട്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ ഓൾ ഓഫ് യു. ഈ ഇക്വേഷൻ വേറെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചുകൊണ്ട് വളരെ സിമിലർ ആണ്. This equation is very similar to an equation we learned in the last year. Which equation? Does this remind you of a different equation? Where equation ഓർമ്മ വരുന്നത് കാണുമ്പോൾ ഗ്രാവിറ്റേഷണൽ. പൂജ പറയുന്നു ഗ്രാവിറ്റേഷണൽ. വെരി ഗുഡ്, റൈറ്റ്? ബിക്കോസ് ഗ്രാവിറ്റേഷണൽ എന്താണ്? ഒരു ഫോഴ്സ് ആണ് അതും, റൈറ്റ്? അതിലെന്താണ് നമ്മൾ ജി ആണ് യൂസ് ചെയ്യുന്നത്. ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ അതും എന്താണ്? ദാറ്റ് ഓൾസോ ഇസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ്. ഇവിടെ m1 m2 ആയിരുന്നു, ഇവിടെ നിന്ന് വന്നു Q1 ആൻഡ് Q2 വന്നു. ഇവിടെ K ആണ്, ഇവിടെ എന്തായിരുന്നു? G ആയിരുന്നു ഇവിടെ. അപ്പോൾ ഈ K എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സർ വാട്ട് ഇസ് ദിസ് കോൺസ്റ്റന്റ്? അപ്പൊ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? 1/4 പൈ എപ്സൈലൻ നോട്ട്. ഇത് ഈ സിമ്പിൾ, ഇത് ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താണ്? എപ്സൈലോൺ. ഈ വെള്ളക്കാരൻ എപ്സിലോൺ എന്ന് പറയും. യു ക്യാൻ കോൾ ഇറ്റ് വാട്ട് എവർ യു വാണ്ട്. എപ്സിലോൺ, എപ്സൈലൻ ഡസന്റ് മാറ്റർ. അപ്പോ ദിസ് value here, epsilon naught, it is a very specific thing. It is the permittivity of free space. It is the permittivity of free space. Appo idinte value endana? Can anyone tell me the value for this? What is the value for this? It is 8.854 times 10 to the power negative 11 in standard international units. In standard units, it is 8.854 times 10 to the power negative 11. പക്ഷേ നമ്മൾ ഇത് ഈ ഫോമിൽ നമ്മൾ എഴുതാണെങ്കിൽ 1/4 പൈ എപ്സിലോൺ നോട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ 1/4 പൈ എപ്സിലോൺ നോട്ട് എത്രയാ വരുന്നത്? 9 മൾട്ടിപ്ലൈഡ് ബൈ 10 to the power 9 ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് ഇൻ ദ കേസ് ഓഫ് SI യൂണിറ്റ്സ്. സോ യു വിൽ നോട്ടീസ് ഇതിന്റെ വാല്യൂ, it is much bigger than the gravitational constant. Gravitational constant ആണ് 10 to the power negative 11 ആണ് അതിന്റെ എക്സ്പോണന്റ്. ഇവിടെ 10 to the power 9 ആണ്, പോസിറ്റീവ് 9 ആണ്. സോ electrostatic forces are billions of times. എന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ വരെ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളംബിക് ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷൻ കാർഡും ബില്യൺസ് ഓഫ് ടൈംസ് കൂടുതൽ സ്ട്രോങ് ആണ്. ഇത് ഓർമ്മ വെക്കുക. Electrostatic force is one of the strongest forces in the universe. ഫണ്ടമെന്റൽ ഫോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വളരെ വളരെ സ്ട്രോങ് ആണ്. ഗ്രാവിറ്റി അതിന് കമ്പാരിസണിൽ വളരെ വളരെ വീക്ക് ആണ്. സോ ദിസ് ഇസ് കൂളംസ് ലോ. നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ബേസിക്സ് ഓഫ് കൂളംസ് ലോ. ഇനി കൂളംസ് ലോയുടെ ഒരു വെക്ടർ ഓൾസോ ഹാസ് എ വെക്ടർ ഫോം. ഐ തിങ്ക് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഹിയർ. ഓക്കെ, Nandana gave the correct value for the okay, just compare the exponent also once. It is negative 12 for the permittivity constant. It is negative 11 for the gravitational constant. Appo aa difference ivar thammil undavu. Okay, further namalku endu cheyan pattum? What else can we do? So this is Coulomb's law in basic form. adu kayinittu endana namalde what is next for us? Let's just a second. How do we describe and determine forces acting between multiple charges? Appo let's start with an easy version. നമ്മളതിൽ രണ്ട് ചാർജ് ഉള്ളതെന്ന് വെക്കും. We have only Q1, Q2, right? We have only two charges, Q1 and Q2. നമ്മൾക്ക് ഇവരുടെ തമ്മിലുള്ള ഫോഴ്സസ് മെഷർ ചെയ്യണം ഇൻ വെക്ടർ ഫോം. എങ്ങനെയാ ചെയ്യാനുള്ളത്? ഇൻ വെക്ടർ ഫോം. നമ്മളത് എങ്ങനെ ചെയ്യും? അപ്പൊ വെക്ടർ ഫോം നമ്മൾ ചെയ്യണമെങ്കിൽ വി നീഡ് ആൻ ഒറിജിൻ, റൈറ്റ്? ഒരു റെഫറൻസ് പോയിന്റ് നമുക്ക് വേണം. അപ്പൊ നമ്മുടെ റെഫറൻസ് പോയിന്റ് ഇതാണ്. ലെറ്റ്സ് സേ ദിസ് ഇസ് 0, 0. നമ്മുടെ റെഫറൻസ് പോയിന്റ് ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു വെക്ടർ ഡ്രോ ചെയ്തു. ലെറ്റ്സ് സേ ദിസ് ഇസ് R2 വെക്ടർ. ഇവിടെ ഒരു വെക്ടർ വേറെ നമ്മൾ ഡ്രോ ചെയ്തു. ദിസ് ഇസ് R1 വെക്ടർ. നമ്മൾ വേറെ വെക്ടർ കൂടി ഡ്രോ ചെയ്തു. ഇങ്ങനെ ഫ്രോം Q1 to Q2. അപ്പൊ ഈ വെക്ടർ എന്താവും? വാട്ട് വിൽ ദിസ് വെക്ടർ ബി? ഹു വിൽ ടെൽ മീ? ഈ വെക്ടർ എന്താണ്? ഇതിന്റെ പേര് എന്താവും? Who will tell me? R3. Okay. ഇത് R1 ഉം R2 ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? R3 നമുക്ക് ലേബിൾ ഇടാം, പക്ഷെ അതുകൊണ്ട് യൂസ് ഇല്ല. വി ഡോണ്ട് ഹാവ് മച്ച് യൂസ് ഫോർ ഇറ്റ്. ക്യാൻ വി ഡിഫൈൻ ഇറ്റ് ഇൻ ടേംസ് ഓഫ് R2 and R1? ഓക്കെ, സോ നമ്മൾ എന്താ പറയാ? വി സേ ദാറ്റ് എ വെക്ടർ ഇസ് ദ ഹെഡ്
minus the tail, right? ഈ വെക്ടർ എന്താണ്? ഹെഡ് മൈനസ് ടെയിൽ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? Q2 ആണ് ഇവിടെയാണ് Q1 ആണ് ഇവിടെ. സോ ദിസ് വെക്ടർ ബിക്കംസ് R21. ഈ വെക്ടർ എന്താണ്? R21 ആണ് എന്ന് വെച്ചാൽ ദിസ് ഇസ് ബേസിക്കലി R2 മൈനസ് R1, ദിസ് വെക്ടർ. സോ ഇതെന്താണ്? നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണത്. ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. സോ നമ്മൾക്ക് ഫോഴ്സസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും എങ്ങനെ? വി കൻ ഡിഫൈൻ ദ ഫോഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഫോഴ്സ് എന്താവും? വെക്ടർ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ദി ഏർലിയർ ഇക്വേഷൻ വി സ്റ്റഡീഡ് വാസ് ദ സ്കെയിലർ ഫോം. അതിൽ ഫോഴ്സിന്റെ എമൗണ്ട് നമ്മൾക്ക് അറിയാം, എത്ര ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടാവുന്നത്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ നമ്മൾക്ക് അറിയില്ല. സോ ഇൻ ദിസ് കേസ് വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ വെക്ടർ ഫോം. ജസ്റ്റ് എ സെക്കൻഡ്, ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, സോ F21 എന്ന് പറഞ്ഞു. ഗുഡ്. സോ ദിസ് ഇസ് F21. ദാറ്റ് ഇസ് ഫോഴ്സ് ആക്ടിങ് on charge Q2 because of charge Q1. ഈ Q2 മേല് Q1 കാരണം എത്ര ഫോഴ്സ് അപ്ലൈ ആവണു, അതിന്റെ വാല്യൂ എന്താണ്? F21. അത് നമ്മൾ വെക്ടർ ഫോമിൽ ഇതാണെങ്കിൽ വെക്ടർ F21. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നമ്മൾക്ക് ഇക്വേഷനിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ദിസ് ഈക്വൽ ടു? സോ ദിസ് വിൽ ബി 1/4 pi epsilon naught Q1 Q2. അത് കഴിഞ്ഞ് എന്താ വരാ? R21ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ R21ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21? അതിന്റെ സ്ക്വയർ multiplied by R21 cap. അപ്പോൾ ഇത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Can someone tell me what this is? What is this? ഈ R21 എന്താ പരിപാടി? യൂണിറ്റ് വെക്ടർ. വെരി ഗുഡ്. R21 എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ ഈ യൂണിറ്റ് വെക്ടറിന്റെ ലെങ്ത് എത്രയാവും? വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദിസ് യൂണിറ്റ് വെക്ടർ? വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദിസ് യൂണിറ്റ് വെക്ടർ? എന്താണ്? ഇതൊരു വെക്ടർ ആണ് നമ്മൾ സമ്മതിച്ചു. ഇതൊരു വെക്ടർ ആണ് ഡിഫൈൻ ചെയ്യാണ് ഞാൻ. ഇതിന്റെ ലെങ്ത് എത്രയാവും? ആ പേരിലുണ്ട്, ദ നെയിം കണ്ടെയ്ൻസ് ദ ക്ലൂ, റൈറ്റ്? 1, റൈറ്റ്? ദ യൂണിറ്റ് വെക്ടർ ഇസ് 1. ലെങ്ത് എന്താണ്? അതിന്റെ 1 ആണ്. അത് ഓർമ്മ വെക്കുക. യൂണിറ്റ് വെക്ടർ എന്ത് ഇൻഫർമേഷൻ തരുന്നത് നമ്മൾക്ക്? ഇറ്റ് ഈസ് ഗിവിംഗ് us ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അതിന് വേറൊരു ഇൻഫർമേഷൻ അതിലില്ല. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ഫ്രോം ദിസ് പാർട്ട്. ഫോഴ്സിന്റെ എമൗണ്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, അത് നമുക്ക് കിട്ടുന്നത് ഈ സെക്ഷനിൽ നിന്നാണ്. യൂണിറ്റ് വെക്ടർ നമ്മൾ എന്താ പറയുന്നത്? അതിന്റെ ഡയറക്ഷൻ എന്താവുന്നതാണ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് വെക്ടർ? അപ്പോൾ ദിസ് ഇസ് ദ വെക്ടർ ഫോം ഓഫ് ദി ഇക്വേഷൻ. നമ്മളിൽ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വെക്കിയാൽ, ലെറ്റ് us say നമ്മളുടെ കയ്യിൽ we have 3 charges here. Let's say this is Q2. Let's say, just a second. Let's say that this is Q2. Let's say we have a third charge here. This is Q1. This is Q3. In this case, എന്താവും? ഈ പൊസിഷനിൽ there will be a force here. There will be a force here. ഇതെന്താവും? F31 ആവും. ഇതെന്താവും? F12 ആവും. ഇവരുടെ വെക്ടർ സം എന്തായി നമ്മൾ മാറും? The vector sum of these will be the third. That will be the effective force. അപ്പോൾ നമ്മളൊരു മൾട്ടിപ്പിൾ ചാർജുള്ള സിസ്റ്റം ആണെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ചാർജസിന്റെ വെക്ടർ സമാണ് നമ്മളുടെ ടോട്ടൽ നമ്മളുടെ ഫോഴ്സ് ആവാൻ പോകുന്നത്. ദാറ്റ് വിൽ ദ വെക്ടർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോഴ്സസ് വിൽ ബി ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വെക്ടർ പ്രോബ്ലംസ് നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും. പ്ലീസ് പ്രാക്ടീസ് ദോസ് പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി ചാർജ്? ലെറ്റ്സ് ട്രൈ സം ക്വസ്റ്റ്യൻസ് നൗ. നമുക്ക് ആക്ച്വൽ എക്സാമിൽ വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാം. How many charge particles are needed to form a charge of -1 coulomb? This is the question. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾക്കറിയാം ഒരു ഇലക്ട്രോൺ എത്രയാണ്? It is approximately 1.602 times 10 to the power -19 coulomb. അല്ലേ? Is this correct? One electron is equal to 1.6202 times 10 to the power -19 coulomb. Is this correct? ചില ടെക്സ്റ്റ് ബുക്സ് 1.69 ഉണ്ടാവാറുണ്ട്. But is this correct for one electron? Yes. Okay. Let's continue. So the question is, നമ്മൾക്ക് എത്ര ഇങ്ങനത്തെ ഇലക്ട്രോൺ വേണം? ഇങ്ങനത്തെ എത്ര ഇലക്ട്രോൺസിനെ ഒരുമിച്ച് വെച്ചാൽ നമുക്ക് 1 കൂളും ചാർജ് കിട്ടുന്നത്? അപ്പൊ ഇവിടെ ഓർമ്മ വെക്കുക, ദിസ് ഇസ് കൂളും, റൈറ്റ്?
if I want 1 on this side, നമ്മളുടെ ഇക്വേഷന്റെ ഇത് നമ്മളുടെ RHS ആണ്. ഇവിടെ നമ്മൾക്ക് 1 വേണമെങ്കിൽ എന്ത് ചെയ്യും? I will divide this by 1.602 times 10 to the power negative 19. ഞാൻ ഡിവൈഡ് ചെയ്യും. അപ്പോഴാണെങ്കിൽ ഇവിടെ 1 കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ RHS ൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ടു മെയിൻറ്റെയിൻ ഇക്വാലിറ്റി വാട്ട് ഡു ഐ ഹാവ് ടു ഡു? ഈ ഇക്വേഷൻ ഈക്വൽ ആയിരിക്കണം. അതിന് ഇക്വേഷനിൽ പറയുന്നത്. അപ്പോൾ ഈക്വൽ ആയിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു ടു കീപ് ദിസ് ഈക്വൽ? ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ ഒരു ഭാഗത്ത് ഡിവൈഡ് ചെയ്തു. LHS ഞാൻ എന്ത് ചെയ്യണം? പൂജ ടെൽ മീ. LHS ഞാൻ എന്ത് ചെയ്യും? വാട്ട് വിൽ ഐ ഡു ഹിയർ? ഡിവൈഡ് അഗൈൻ, റൈറ്റ്? ഇവിടെ ഞാൻ സെയിം amount തന്നെ ഡിവൈഡ് ചെയ്യും. I will divide here the same amount. Okay? അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ you will get an answer approximately 6 times 10 to the power 18 electrons. If you actually perform this calculation, നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? 6 multiplied by 10 to the power 18 electrons നമ്മൾ കൂട്ടി വെക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു കൂളംബ് ചാർജ് കിട്ടാൻ പോകുന്നത്. So this is a very simple basic question. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ഇത് വരാറുണ്ട്, കമ്പ്യൂട്ടർ എക്സാംസിനും വരാറുണ്ട്. അപ്പോൾ ഇത് ഓർമ്മ വെക്കുക. പ്ലീസ് കീപ് ദിസ് നമ്പർ ഇൻ മൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The separation between two charges is tripled. നമ്മളിൽ രണ്ട് ചാർജ് ഉണ്ട്. Sorry. We have two charges. We have Q1 and we have Q2. ഇവർക്ക് separation, let's say this was X. ആ separation നമ്മൾ 3 ഇരട്ടിയാക്കി. We have increased it 3 times, right? അപ്പോൾ പുതിയ separation എന്താണ്? Q1, Q2. അതിപ്പോ 3x ആക്കി നമ്മൾ. അതിപ്പോ 3x ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഇവർ തമ്മിലുള്ള ഫോഴ്സ് F ആണെങ്കിൽ, ഇഫ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ചാർജസ് F, ഇവർ തമ്മിലുള്ള ഫോഴ്സ് F ഡാഷ് എത്രയാവുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഹു കെൻ ടെൽ മീ ദി ആൻസർ? മെന്റൽ മാത്സ് ആണത്. ഇത് ഓർമ്മ വെക്കുക. ഗ്രാവിറ്റി ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റി ഈസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ്. അപ്പോ നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുമ്പോ ഫോഴ്സ് കുറയോ കൂടോ? Will the force increase or decrease? Decrease. The question is how much, right? ഈ ഫോഴ്സ് എത്രയാണ് കുറയാൻ പോണേ എന്നാണ് നമ്മൾക്ക് അറിയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് നോക്കാം. Let us say F is equal to Q1. Pooja is saying 2 times. എനിക്ക് ആൻസർ അറിയില്ല. Let me find the answer, right? I also don't know the answer. അപ്പോൾ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇവിടെ നമ്മുടെ കയ്യിൽ എന്താ? K മൾട്ടിപ്ലൈഡ് ബൈ Q1, Q2. കൂളംസ് അപ്ലൈ ചെയ്ത് നോക്കാം. സെപ്പറേഷൻ എത്രയാണ്? X ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതും? ഞാൻ X സ്ക്വയർ എന്ന് എഴുതും. I will write X squared. ഇവിടെ F ഡാഷ് എത്രയാവും? സെയിം തിങ്. K മൾട്ടിപ്ലൈഡ് ബൈ Q1, Q2 ഡിവൈഡഡ് ബൈ, ഇവിടെ ഞാൻ എന്ത് എഴുതാം? What should I write here? 3x whole squared എന്നാണത്. This is 3x whole squared, right? അപ്പോൾ ഞാൻ എഫിനെ എഫ് ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇഫ് ഐ ഡിവൈഡ് എഫ് ബൈ എഫ് ഡാഷ് എന്തൊക്കെ ക്യാൻസൽ ആവും? യു വിൽ ക്യാൻസൽ ഔട്ട് കെ, Q1, Q2 ക്യാൻസൽ ആവും. ലൈക്ക് ടേംസ് ആണ്. ഇവിടെ എക്സ് സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക ഇവിടെ യു വിൽ ഹാവ് ഓൺലി 9 ഹിയർ. സോ ദ ഫോഴ്സ് വിൽ റെഡ്യൂസ് ബൈ എ ഫാക്ടർ ഓഫ് 9 ടൈംസ്. എഫ് ഡാഷ് എന്താണ് ആവാൻ പോകുന്നത്? പുതിയ ഫോഴ്സ് എന്താവും? എഫ് ഡാഷ് വിൽ ബി ദി ഒറിജിനൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ 9. അപ്പോ നമ്മൾ 3 ഇരട്ടി ഡിസ്റ്റൻസ് കൂട്ടിയപ്പോ നമ്മളുടെ പരസ്പരമുള്ള ഫോഴ്സസ് എത്ര കുറഞ്ഞു? ബൈ എ ഫാക്ടർ ഓഫ് 9. 3 സ്ക്വയർഡ് ആണ്. 3 times 2 അല്ല, 6 അല്ല, 3 സ്ക്വയർഡ് ആവും. അത് എത്രയാണ്? 3 സ്ക്വയർ ഇസ് 9. ദ ഫോഴ്സ് വിൽ ഗോ ഡൗൺ ബൈ എ ഫാക്ടർ ഓഫ് 9 times. ഓർമ്മിക്കുക. സോ ഇതിൽ പ്ലീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പല ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇങ്ങനെ. നമ്മൾ ഡിസ്റ്റൻസ് പകുതിയാക്കി, വി റെഡ്യൂസ് ഡിസ്റ്റൻസ് ബൈ ഹാഫ്. നമ്മൾ ഡിസ്റ്റൻസ് 10 times കൂട്ടി, വി ഇൻക്രീസ് ഡിസ്റ്റൻസ് ബൈ 10 times. About the same type of question they can ask in any form. So please practice questions like these also. Okay. Next question. 3 charges are placed in the following order. നമ്മുടെ കയ്യിൽ 4 millicoulomb ഉണ്ട്, നമ്മുടെ കയ്യിൽ 1 millicoulomb ഉണ്ട്, നമ്മുടെ കയ്യിൽ -2 millicoulombs ഉണ്ട്, റൈറ്റ്? അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചോക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് നമ്മൾ തുടങ്ങി, പിന്നെ 1 millicoulomb, പിന്നെ -2 millicoulombs. The question is, in what ratio must the distances be kept that they are in static equilibrium? And the question is, what is static equilibrium? അതിന്റെ അർത്ഥം എന്താണ്? What do we mean by static equilibrium? അർത്ഥം എന്താ അതിന്റെ?
We learned this in class 11th, right? Static equilibrium. It means objects move ചെയ്യുന്നില്ല. All forces balanced ആണ് വെക്കുക. എല്ലാ ഫോഴ്സും ബാലൻസ്ഡ് ആണെങ്കിൽ എന്താണ് നെറ്റ് ഫോഴ്സ് എത്രയാവും 0 ആവും, ആക്സിലറേഷൻ എത്രയാവും 0 ആവും. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചോദിക്കുന്നത് ഇവിടെ, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെറ്റ് us say the distance between these two is x, ഇവര് തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ് y ആണ്. x is to y എന്ത് റേഷ്യോയിൽ ആവണം ഫോർ this system to be in equilibrium? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഈ രണ്ട് ചാർജസിന്റെ തമ്മിലുള്ള ഫോഴ്സസ് കണ്ടുപിടിക്കണം, പിന്നെ ഇവരുടെ ഫോഴ്സ് കണ്ടുപിടിക്കണം. To find the forces between -4 and 1 millicoulomb and -2 and 1 millicoulomb, and we have to equate them. അത് equate ചെയ്താൽ നമ്മൾ x is to y റേഷ്യോ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇവിടെ? The sign of the leftmost charge is changed to +4 here. അപ്പൊ എന്താ പറയേണ്ട അവര്, ഈ ചാർജ് നമ്മൾ -4 നമ്മൾ +4 ആക്കി മാറ്റി. Will there be a new equilibrium position in this case? ഇതിലൊരു പുതിയ ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നാണ്. ഈ കേസിൽ വാട്ട് ഈസ് ദി ആൻസർ? ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇനി നമ്മൾ ഇതിന്റെ പൊസിഷനിങ് മാറ്റാണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? യെസ് ഓർ നോ? നമ്മൾ ഇതിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ സൈൻ മാറ്റി, ആദ്യം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പോ +4 ആയി. Anyone? നമ്മൾക്ക് the answer is we cannot maintain equilibrium. അതിന് ആൻസർ 0 ആവും. കാരണം നോട്ട് പോസിബിൾ എന്നാവും. കാരണം എന്താ, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ റിപ്പല്ലല്ലേ ചെയ്യുന്നത്, ഇവിടെ അട്രാക്ഷനും ആണ്. അപ്പൊ നമ്മളിത് എങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും ഈ ഫോഴ്സ് ഒരിക്കലും ബാലൻസ് ആവാൻ പോകുന്നില്ല. ഒരു ഭാഗത്ത് നിന്ന് പുഷ് ആണ്, ഒരു ഭാഗത്ത് നിന്ന് പുള്ളാണ്. അപ്പൊ ഈ ഫോഴ്സ് ഒരിക്കലും ഓപ്പോസിറ്റ് ആവില്ല. These forces will never be opposite. Opposite ആയാലും equilibrium ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക്. So in this case there will be no possible equilibrium. അപ്പോൾ നമ്മൾ ഈ ചാർജ് സൈൻ മാറ്റാണെങ്കിൽ ഈക്വിലിബ്രിയം പോസിബിൾ അല്ല. അപ്പോൾ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇവരും നോക്കുന്നത്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എത്ര നന്നായിട്ട് ഉണ്ട് എന്ന് അറിയാനാണ് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. They are testing your understanding of the very basic things like charges repel, unlike charges attract. അത്ര കോംപ്ലക്സ് കോൺസെപ്റ്റ്സ് അല്ല, പക്ഷേ നമുക്ക് ഇമാജിനേഷൻ വേണം, നമുക്ക് പ്രാക്ടീസ് വേണം ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് ഫോഴ്സ് ആണ്. two charges are separated by a distance of x in a vacuum. Force of F is acting between them. The charges are in the same sign and the ratio is 10:1. അപ്പോ ലെറ്റ്സ് സേ നമ്മളിൽ ഒരു 10 കൂളും ചാർജ് ഉണ്ട്, 1 കൂളും ചാർജ് ഉണ്ട്. അവർ എക്സ് ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എക്സ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഇവരുടെ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ ചാർജസ്? ഇതൊരു ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് ചാർജസിന്റെ പരസ്പരമുള്ള ഫോഴ്സസിന്റെ റേഷ്യോ എന്താവും? ഫസ്റ്റ് ചാർജിന്റെ സെക്കൻഡിലെ ഫോഴ്സ് എത്രയാണ്, സെക്കൻഡിന്റെ ഫസ്റ്റിന് എത്ര ഫോഴ്സ് എന്താണ്? മൈ ക്വസ്റ്റ്യൻ ഇസ്, വിൽ ദ ഫോഴ്സസ് ബി ഡിഫറെന്റ്? ഇവരുടെ പരസ്പരമുള്ള ഫോഴ്സസ് ഡിഫറെന്റ് ആവോ? വിൽ ദേ ബി ഡിഫറെന്റ് ഇൻ വാല്യൂ? അമൗണ്ട് ഡിഫറെന്റ് ആവോ? Will the forces be different for each charge? That's the question to everyone. മനസ്സിലായ ക്വസ്റ്റ്യൻ? നമ്മളിൽ രണ്ട് ചാർജ് ഉണ്ട്. We have two charges. നമ്മളിൽ ഒരെണ്ണം 10 times വലുതാണ്, ഒരെണ്ണം 1 കൂളും ഉള്ളോ. ഇവർ ചോദിക്കുന്നത് ഇവിടുത്തെ ഈ ഫോഴ്സസ് നമ്മളുടെ സെയിം ആവോ അതോ ഡിഫറെന്റ് ആവോ എന്നാണ് ക്വസ്റ്റ്യൻ. അമൗണ്ട് അവരുടെ സെയിം ആവോ ഡിഫറെന്റ് ആവോ? The answer is that the ratio will be simply 1:1. Forces exactly same ആണ്, ഓർമ്മ വെക്കുക. Because the force depends on both charges. ഒരു ചാർജ് മാത്രമല്ല ഡിപെൻഡൻസ്, രണ്ട് ചാർജസിലും ഫോഴ്സ് അപ്ലൈ ആവുന്നത് സെയിം എമൗണ്ട് ആണ്. അപ്പോ the ratio will be 1:1. ഇനി what will happen if the distance between them is reduced to an eighth of its previous value? എന്ന് വെച്ചാൽ നമ്മളുടെ ഡിസ്റ്റൻസ് ആദ്യം x ആയിരുന്നു, 1/8x ആക്കി നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ വളരെ വളരെ കുറച്ചു. ഇവരെ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് വളരെ കുറച്ചു. അപ്പോ ഫോഴ്സിന് എന്ത് പറ്റും? വിൽ ദ ഫോഴ്സ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫോഴ്സ് ഇൻക്രീസ് ആവോ അതോ ഡിക്രീസ് ആവോ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദി ആൻസർ ഇസ് ദ ഫോഴ്സ് വിൽ ഇൻക്രീസ്. ഇത് ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. നമ്മൾ ചാർജ് അടുത്ത് കൊണ്ടുവരാണെങ്കിൽ ഫോഴ്സ് കൂടും. അത് എത്ര കൂടും? ഇറ്റ് വിൽ ഇൻക്രീസ് ബൈ ദ സ്ക്വയർ, റൈറ്റ്? അപ്പൊ 8ന്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. The force will increase by a factor of 64 times. So it has been a lot of fun
working with all of you, working on this topic with all of you. And I hope that I will see you again upon next week. For next week, we will be doing the second part of this chapter. Appo namakku electric field endana, electrical forces എങ്ങനെയാണ് apply ആവുന്നത്, electrical flux ന്റെ അർത്ഥം എന്താണ്, what is electric flux, field and flux difference എന്താണ്, ഈ concepts ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. So I enjoyed my time with you today. നല്ല participation ആയിരുന്നു, നല്ല interaction ആയിരുന്നു, and I hope to see you all again. നമുക്ക് ഇനിയും കാണാം, അടുത്ത ആഴ്ച നമുക്ക് കാണാം. So please prepare well and good luck to all of you. Thank you. Yeah. So hi everyone, കേൾക്കാവോ? I think everyone can hear me. കേൾക്കാവോ? ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവരൊക്കെ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോജിയോ തംസപ്പോ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. എനിക്കറിയത്തില്ല ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്ദന, പൂജ, ഓക്കെ, വെരി ഗുഡ്. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാമല്ലോ? യെസ്, ഒരു സെക്കൻഡ്. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വോയിസ് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? വോയിസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ? ലാസ്റ്റ് ഫംഗ്ഷൻസിന്റെ ഡൊമെയിനും കോഡൊമെയിനും എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു അല്ലെ? സോ ഈ സെഷനിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് അതിന്റെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നീട് നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും കുറച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിലോട്ട് പോകാം. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലാസ്റ്റ് എന്താണ് കാര്യമാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിൽ തന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഈ ഒരു സെഷനിൽ എടുക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, 1 1 മെനി 1. 1 1 മെനി 1 ആദ്യത്തെ രണ്ട് ടൈപ്പാണ് ഈ 1 1 മെനി 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് 1 1, എന്താണ് മെനി 1? നമുക്ക് അതിലോട്ട് പോകാം. സോ ഇപ്പൊ ഞാൻ രണ്ട് സെറ്റുകൾ ഇങ്ങനെ മാപ്പ് ചെയ്തു, രണ്ട് സെറ്റുകൾ മാപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ 1 2 3 4 5, ഇവിടെ A B C D E എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ. അപ്പൊ 1നെ ഇങ്ങോട്ട് കണക്ട് ചെയ്തു, എയുമായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ 1നെ ബിയുമായിട്ട് കണക്ട് ചെയ്തു. പിന്നീട് 3നെ സിയുമായിട്ട് കണക്ട് ചെയ്തു, 4നെ ഡിയുമായിട്ടും അതുപോലെ 4നെ ഇയുമായിട്ടും കണക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷനാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പൊ ഈ ഒരു കണക്ഷൻ അതായത് 1 1 ആണോ മെനി 1 ആണോ ഇവിടെ എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ നോക്കി, എയിൽ നിന്നുള്ള 1 എന്ന് പറയുന്ന എലമെന്റിന് ബിയിൽ എത്ര ഔട്ട്പുട്ടുകളുണ്ട് അല്ലെങ്കിൽ എത്ര ഇമേജുകളുണ്ട്? 2 ഇമേജുകളുണ്ട് അല്ലെ? സോ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ആ എലമെന്റിന് വി ഹാവ് 1 എ ആസ് വെൽ ആസ് 1 ബി. അപ്പൊ 2 ഇമേജുകളുണ്ട്. അപ്പൊ 2 ഇമേജ് വരികയാണെങ്കിൽ അത് എപ്പോഴും നമ്മൾ എങ്ങനെയാ പറയുന്നത്? വി കോൾ ദാറ്റ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആസ് മെനി 1. അതിനെന്താ വിളിക്കുന്നത്? മെനി 1 ഫംഗ്ഷൻ എന്നാ വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ എന്താണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ 3 ഇവിടെ നമുക്ക് സിയിലോട്ട്, ഇവിടെ 2ൽ നിന്നും സിയിലോട്ട് വന്നു.
അപ്പൊ 2ൽ നിന്ന് സിയിലോട്ട് ഒരേ ഔട്ട് എന്താണ് രണ്ട് ഒരേ ഡിഫറെന്റ് ഇൻപുട്ട് കൊടുത്തപ്പോൾ ഒരേ ഔട്ട്പുട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ മെനി 1 എന്ന് വിളിക്കാം. ക്ലിയർ? ഇനി 1-1ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ 1 2 3 4 ഇവിടെ ഞാൻ എഴുതുകയാണ് A B C D. അപ്പൊ 1 എയുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു, 2 സിയുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു, 3 ബിയുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു, 4 ഡിയുമായിട്ട് മാപ്പ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു മാപ്പിംഗ് ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിനും ഓരോ കറക്റ്റ് എലമെന്റ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് 1ന് നോക്കുകയാണെങ്കിൽ എന്താണ് എ ഉണ്ട്, 2ന് നോക്കുകയാണെങ്കിൽ സി ഉണ്ട്, 3ന് ബി ഉണ്ട്, 4ന് ഡി ഉണ്ട്. അപ്പൊ 1-1 അല്ലെ, കറക്റ്റ് 1-1 ഇവിടെ പോയിരിക്കുന്നത്. യെസ്, അങ്ങനെ കറക്റ്റ് 1-1 കറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് നോട്ട് many one, we can call it as 1-1 ഫംഗ്ഷൻ. എന്തെന്ന് വിളിക്കാം? 1-1 എന്ന് വിളിക്കാം. മനസ്സിലായോ? ക്ലിയർ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ 1-1 ഫംഗ്ഷനെ പറ്റി, many one ഫംഗ്ഷനെ പറ്റി? ഇന്നലെ ജോയിൻ ചെയ്ത് ഇന്നലെ ഉണ്ടായിരുന്നവരെല്ലാവരും ഉണ്ടോ? നോക്കട്ടെ. ഓക്കെ, അബിനുണ്ട്. ഓക്കെ, അനുലക്ഷ്മി, അനുഷ, അൻവർ, ഗ്ലോറിയ, ജീവൻ, പൂജ. ഓക്കെ, ഇന്നലെ ജോയിൻ ചെയ്തവർ ഞാൻ നിങ്ങൾക്ക് ആക്സസ് തരാം സംസാരിക്കാനുള്ള. ഞാൻ ഇപ്പോൾ ഒന്ന് ക്ലാസ് തുടങ്ങിയതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ആക്സസ് തരാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. അതായത് 1-1 മെനി 1 എന്താണെന്നുള്ളതിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് 1-1 എന്താണ്, മെനി 1 എന്താണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഈ 1-1നെ നമുക്ക് എന്തെന്ന് പറയാം? വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. എന്തെന്ന് വിളിക്കാം? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. സോ 1-1 അല്ലാതെ അതിന്റെ പേര് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ? ഇനി അടുത്തതിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഉള്ള അടുത്ത രണ്ട് ടൈപ്പാണ് ഇൻടുവും ഓൺടുവും. എന്താണ് ഇൻടുവും ഓൺടുവും? അപ്പൊ ഇൻടുവും ഓൺടുവും നമ്മൾ പറയുമ്പോൾ ഇതേപോലെ രണ്ട് സെറ്റുകൾ ഞാൻ വരച്ചു, ഒന്ന് എയും ഒന്ന് ബിയും. ഓക്കെ, എ ബി സി ഡി. ഇവിടെ ഞാൻ പേര് കൊടുക്കാം ആഷിഖ്, അതുപോലെ ബി വെച്ചിട്ട് ഒരു പേര് എന്താണ് ബോബ് എന്നൊരു പേര് കൊടുക്കാം, സി വെച്ചിട്ട് ഒരു പേര് ക്രിസ് എന്ന് കൊടുക്കാം, ഓക്കെ, ഡി വെച്ചിട്ട് ഒരു പേര് ഡെല്ല എന്ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ 4 പേരുകൾ കൊടുത്തു. അപ്പൊ ഈ ഒരു ഞാനിവിടെ പറയുന്ന ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. അതായത് ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും നമ്മുടെ ഈ സെറ്റിനകത്തുള്ളത്. അപ്പൊ ഇത് മാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് എ ആഷിക്കിനും, ബി ബോബിനും, സി ക്രിസിനും, അതുപോലെ ഡി ഡെല്ലയ്ക്ക് വരും. ഇത് സാധാരണ രീതിയിൽ ഒരു റിലേഷൻ ആയിട്ട് നമ്മൾ പലപ്പോഴും വരച്ച് കണ്ടിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണ് ഇവിടെ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻടു ആണോ ഓൺ ടു ആണോ? ഈ ഫംഗ്ഷൻ ഇൻടു ആണോ ഓൺ ടു ആണോ? അപ്പൊ അതിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്കൊരു വാക്ക് നമ്മൾ ആദ്യം നോക്കണം, പ്രീ ഇമേജ്. എന്താണ് പ്രീ ഇമേജ്? അപ്പൊ പ്രീ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും നോക്കുക. രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റുകൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ ആഷിഖ് ഉണ്ട്, ബോബ് ഉണ്ട്, ക്രിസ് ഉണ്ട്, ഡെല്ല ഉണ്ട്, 4 പേരുണ്ട്. ഈ 4 പേർക്കും പ്രീ ഇമേജ്, അതായത് ഈ എ എന്ന് പറയുന്നത് ആഷിഖിന്റെ എന്താണ്? പ്രീ ഇമേജ് ആണ്. എ എന്ന് പറയുന്നത് ആഷിഖിന്റെ എന്താണ്? പ്രീ ഇമേജ്. ഓക്കെ, ആഷിഖ് എന്ന് പറയുന്നത് എന്റെ ഇമേജ് ആണെങ്കിൽ, ഇഫ് ആഷിഖ് is the image of A, if Ashik is the image of A, തിരിച്ചു പറയാൻ എന്താണ്? A is what? A is the pre-image. A is what? The pre-image of Ashik. Clear? ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലോ? പ്രീ ഇമേജ് എന്ന് പറയുന്ന വാക്കും അതിലിവിടെ എന്താണ് പ്രസക്തി എന്നുള്ളത് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ പ്രീ ഇമേജ് ആണ് ഇവിടെ എ എന്ന് പറയുന്നത്. അപ്പൊ ആഷിക്കിന് ഒരു പ്രീ ഇമേജ് ഉണ്ട്, അതുപോലെ ബോബിന് ഒരു പ്രീ ഇമേജ് ഉണ്ട്, ക്രിസിന് ഒരു പ്രീ ഇമേജ് ഉണ്ട്, ഡെല്ലയ്ക്കും ഒരു പ്രീ ഇമേജ് ഉണ്ട്. ഉണ്ടല്ലോ? യെസ്. നമ്മുടെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടോ? ഓൾ എലമെന്റ്സ് ഹാവ് പ്രീ ഇമേജ്. നോക്കിക്കേ, നമ്മുടെ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഈ പ്രീ ഇമേജ് ഉണ്ടോ? യെസ് ഓർ നോ എന്ന് മാത്രം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എല്ലാവർക്കും എന്താണ് ഈ പ്രീ ഇമേജ് ഉണ്ടോ? ഒരാൾ കമന്റ് ചെയ്തു എസ് എന്ന് കമന്റ് ചെയ്തു, നന്ദന കമന്റ് ചെയ്തു എസ് കമന്റ് ചെയ്തു. വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ്. അനുലക്ഷ്മി പറഞ്ഞു എസ് പറഞ്ഞു, ഗ്ലോറിയ പറഞ്ഞു യെസ്. ഓക്കെ, അപ്പം മെജോറിറ്റി പറഞ്ഞ എല്ലാ ആൾക്കാരും എസ് ആണ് പറയുന്നത്, ചെയ്യുന്ന കറക്റ്റ് തന്നെയാണ്. അതായത് എല്ലാ എലമെന്റുകൾക്കും ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും എ എന്ന് പറയുന്ന ആദ്യത്തെ സെറ്റിൽ എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഇരിപ്പുണ്ട് അല്ലെ? അങ്ങനെ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻസ്. എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? ഓൺ ടു ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. എന്താണ് ആ മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 വാക്കുകളുണ്ട്, ഒന്ന് കോഡൊമെയിനും പിന്നീട് റേഞ്ചും. കോഡൊമെയിനും റേഞ്ചും അതായത് 2 ഫംഗ്ഷൻസിനെ നമ്മൾ മാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോ 2 3 4 5 6 7 1 2 3 4 ഇത് ജസ്റ്റ് വെറുതെ എഴുതുന്നതാണ്. അപ്പൊ 1നെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു, 3നെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു, 3നെ 5ലോട്ട് മാപ്പ് ചെയ്തു, 4നെ 4ലോട്ട് മാപ്പ് ചെയ്തു, അങ്ങനെ കിടക്കാം. ഓക്കെ, ഇങ്ങനെ മാപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഡൊമൈൻ എന്ന് പറയുന്ന ആരാണ്? ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 ആണല്ലോ.
അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 4 ആണ്, അല്ലെങ്കിൽ നമുക്ക് 6 കൂടെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ 6 അവിടെ ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, ബട്ട് 6 എന്ന് പറയുന്നത് ഇവിടുത്തെ എലിമെന്റിൽ ഇവിടുത്തെ സെറ്റിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് അതും കൂടെ കൂട്ടാം. അപ്പോൾ ഇതാണ് ഡൊമൈൻ. ഇനി രണ്ടാമത്തെ ഒരാളുണ്ട്, ആരാണ്? കോഡൊമൈൻ. നന്ദന പറഞ്ഞു, കറക്റ്റ് ആയിട്ട് കാര്യം നന്ദന പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്ന് എല്ലാവർക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ കോഡൊമൈൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ബി എന്ന് പറയുന്ന സെറ്റ്, നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാൾ അല്ലെ, നമ്മൾ എങ്ങോട്ടാണോ അതിനെ മാപ്പ് ചെയ്ത് വരച്ച് വെച്ചിരിക്കുന്നത് ആ സെറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോഡൊമൈൻ. ആ മുഴുവൻ സെറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോഡൊമൈൻ. അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആ മുഴുവൻ രണ്ടാമത്തെ സെറ്റിനെയും കോഡൊമൈൻ എന്ന് വിളിക്കാം. ബി എന്ന് പറയുന്നത് ഇവിടുത്തെ കോഡൊമൈൻ ആണ്. ക്ലിയർ? സോ അണ്ടർസ്റ്റുഡ്, ബി ഇസ് ദ കോഡൊമൈൻ. യെസ്, സൗണ്ട് എല്ലാം ഓഡിബിൾ ആണല്ലോ, നിങ്ങൾക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഓഡിയോയിലോ ഇഷ്യൂലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റാതെയോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സോ കോഡൊമൈൻ ഇവിടെ ബി ആണ്. ഇനി ഇവിടുത്തെ റേഞ്ച് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ സെറ്റിന്റെ റേഞ്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതില് 2ഉം 3ഉം 4ഉം പിന്നീട് 5ഉം മാത്രമേ വരുന്നുള്ളൂ. 6ഉം 7ഉം ഔട്ട്പുട്ട് ആയിട്ട് വരുന്നുണ്ടോ? റേഞ്ച് എന്ന് പറയുന്ന സാധാരണഗതിയിൽ അതെന്താണ്? വെറും ഒരു ഔട്ട്പുട്ടാണ്. ഇവിടുത്തെ ഔട്ട്പുട്ടിൽ എന്ത് വരുന്നുണ്ട്? 2ഉം 3ഉം 4ഉം 5ഉം മാത്രമേ വരുന്നുള്ളൂ. 2ഉം 3ഉം 4ഉം 5ഉം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ 2ഉം 3ഉം 4ഉം 5ഉം 4 ഉണ്ടെങ്കിൽ ആ 4നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ പ്യുവർലി അതിനെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു കോഡൊമൈൻ പറഞ്ഞു, റേഞ്ച് പറഞ്ഞു. ഈ രണ്ട് ലാസ്റ്റ് പറഞ്ഞ ഈ രണ്ട് ആൾക്കാർക്കും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഇത് രണ്ടും വരുന്നത് രണ്ടാമത്തെ സെറ്റിനകത്താണ്, അല്ലെ? കോഡൊമൈൻ ഇരിക്കുന്നതും രണ്ടാമത്തെ സെറ്റിനകത്താണ്, റേഞ്ച് ഇരിക്കുന്നതും രണ്ടാമത്തെ സെറ്റിനകത്താണ്. ഈ കോഡൊമൈനും അതുപോലെ ഈ റേഞ്ചിനും എന്താകാം? ചിലപ്പോൾ സെയിം ആകാം, ചിലപ്പോൾ അത് രണ്ടും ഒന്നായിരിക്കും. അബിൻ എന്തോ പറയാ? അബിനെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഒന്ന് ഇത് മാറ്റിത്തരാം, മ്യൂട്ട് മാറ്റിത്തരാം. ഒന്ന് പറഞ്ഞോ അബിനെ, ഞാൻ അബിന്റെ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞോളൂ. മ്യൂട്ട് മാറിയെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, മ്യൂട്ട് മാറിയിട്ടില്ല. നോക്കട്ടെ, ഇന്നലെ മാറുന്നുണ്ടായിരുന്നല്ലോ. ഇല്ല, ഇന്നെന്തോ സെറ്റിംഗ്സ് എന്തെങ്കിലും മാറി കിടക്കാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടേക്ക്, ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് മാറ്റിത്തരാം. ഞാൻ മ്യൂട്ട് മാറ്റിത്തരാം. ഇതിപ്പോ മ്യൂട്ട് മാറുന്നില്ല. അബിൻ കൈപൊക്കിയത് കൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവര് അതിൽ മ്യൂട്ട് ചാറ്റിൽ ഇട്ടേക്ക്, ഞാൻ മാറ്റിത്തരാം. ശരി, അപ്പൊ ഇവിടെ കോഡൊമൈനും അതുപോലെ റേഞ്ചും ഇങ്ങനെ കിടക്കുക. ഈ കോഡൊമൈനും റേഞ്ചും രണ്ടാമത്തെ സെറ്റിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതറിയാം. ഈ കോഡൊമൈനും അതുപോലെ റേഞ്ചും സെയിം ആയാൽ, ഈ കോഡൊമൈനും റേഞ്ചും സെയിം ആയാൽ നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമുക്ക് കൂട്ടി അതിനകത്ത് കൺഫേം ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അതെന്താണെന്ന് പറയാം? അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ക്ലിയർ? മനസ്സിലായല്ലോ? ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്നുള്ളതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായോ? ക്ലിയർ ആയിട്ട് സിമ്പിൾ കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ? എനി ഡൗട്ട്? ആർക്കെങ്കിലും സംശയം? ഓക്കെ, സോ ഓൺ ടു ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇൻടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ നോക്കിയ അതേ കാര്യത്തിനകത്ത് ഒന്നുകൂടെ നോക്കുക. ഇതിനകത്ത് ഈ രണ്ട് വാല്യൂ 6നും 7നും പ്രീ ഇമേജ് ഉണ്ടോ? 6നും 7നും പ്രീ ഇമേജ് ഇല്ല. 6നും 7നും പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇതിന് എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കാം? ഇൻടു ഫംഗ്ഷൻ ആണെന്ന് വിളിക്കാം. ക്ലിയർ? അപ്പൊ ഓൺ ടു അല്ലാത്തത് ഇൻടു, അതായത് എല്ലാത്തിനും പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അത് ഇൻടു ഫംഗ്ഷൻ ആണ്. എല്ലാത്തിനും പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അത് എന്ത് ഫംഗ്ഷൻ ആണ്? ഇൻടു ഫംഗ്ഷൻ ആണ്. ക്ലിയർ? സോ ഓൺ ടു ഫംഗ്ഷൻ ഒരെണ്ണം, ഇൻടു ഫംഗ്ഷൻ വേറൊരെണ്ണം. ക്ലിയർ? ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഇൻടുവും ഓൺ ടുവും. ഇനി ഓൺ ടു ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വി ഓൾസോ കോൾ ഇറ്റ് ബൈ ദ നെയിം സർജക്റ്റീവ് ഫംഗ്ഷൻ. എന്തെന്ന് വിളിക്കുന്നത്? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും വിളിക്കും. ഓക്കെ, ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ബൈജക്ഷനിലോട്ട് പോവാം. അതായത് ഒരു ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ഒരു ഫംഗ്ഷൻ 1 ആണ്. അതേ ഫംഗ്ഷൻ എന്തുമാണ്? ഓൺ ടൂം ആണ്. ഒരു ഫംഗ്ഷൻ 1 ആണ്, അതുപോലെ അതേ ഫംഗ്ഷൻ ഓൺ ടൂം ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? therefore that particular function is a bijection. അതെന്താണ്? അതൊരു ബൈജക്ഷൻ ആണ് എന്ന് വിളിക്കാം. ഓക്കെ, ആർക്കോ എന്തോ ഒരു ചാറ്റിൽ ആരോ എന്തോ ഇട്ടിരുന്നു, സാർ 1 ആൻഡ് ഓൺ ടു സെയിം അല്ലേ? അല്ല, അൻവർ 1 ഓൺ ടു സെയിം അല്ല. അത് ചില നമ്മുടെ ഫംഗ്ഷൻ തരുന്നതും അല്ലെങ്കിൽ ഫംഗ്ഷന്റെ മാപ്പിംഗ് ഇരിക്കുന്നതും അനുസരിച്ച് ചിലപ്പോൾ സെയിം ആയിട്ട് നമുക്ക് തോന്നും. അതല്ലാണ്ട് അതിന്റെ ഡെഫിനിഷൻ സെയിം അല്ല. 1 എന്ന് പറയുന്നത് ഒരു എലമെന്റ് മറ്റൊന്നിനുമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ 1, അതായത് ഓരോ എലമെന്റിനും ഓരോന്ന്. ഇപ്പൊ എക്ക് ബി അപ്പുറത്ത്, അല്ലെങ്കിൽ ബിക്ക് സി, അങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അത് 1. ഈ ഓൺ ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒന്നാമത്തെ സെറ്റിൽ എന്തുണ്ടാവണം? ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവരും ഇവിടെ കണക്റ്റഡ് ആയിരിക്കണം ആദ്യത്തെ സെറ്റുമായിട്ട്.
അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, അത് ഓൺ ടു ആകത്തുള്ളൂ കേട്ടോ. ഇത് അൻവർ ചോദിച്ച ഡൗട്ട് ആയതുകൊണ്ട് ക്ലിയർ ചെയ്തതാ. നമുക്ക് പെട്ടെന്ന് ഈ ഫംഗ്ഷൻസ് പെട്ടെന്ന് ഒന്ന് തീർക്കാം. അപ്പൊ ബൈജക്ഷൻ എന്താണ്? 1 അതുപോലെ ഓൺ ടൂം ആണെങ്കിൽ ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കുന്നു? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബൈജക്ഷൻ. ആ ഫംഗ്ഷൻ ഒരു ബൈജക്ഷൻ ആണ്. അങ്ങനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് തന്നെ പഠിക്കാനുള്ള വേറൊരു കാര്യമാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. അങ്ങനെ ബൈജക്റ്റീവ് ആണെങ്കിൽ എന്തും ആണ്, ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിളും ആണ്. അതായത് അതിനൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ x+2 എന്നൊരു ഫംഗ്ഷന്റെ ഒരു ഇൻവേഴ്സ്, ഇപ്പൊ ഒരു നമ്പറിന്റെ ഇൻവേഴ്സ് 5ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1/5 റെസിപ്രോക്കൽ. അതുപോലെ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അങ്ങനെ ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ബൈജക്ഷൻ ഉപയോഗിക്കാം. അപ്പൊ ബൈജക്ഷൻ ചോദിച്ചാൽ 1 ആണെന്നും പറയണം, ഓൺ ടു ആണെന്നും പറയണം. ഇത് 1 ഓൺ ടു ആയതുകൊണ്ട് എന്താണ്? അതൊരു ബൈജക്ഷൻ ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ എടുത്ത് പറഞ്ഞാൽ മാത്രമേ ബൈജക്ഷൻ ആണ് എന്നുള്ളതിന് നമുക്ക് തെളിവ് അല്ലെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ? ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, ഷോ ദാറ്റ് ദ ഗിവൺ മോഡുലസ് ഫംഗ്ഷൻ, ഈ മോഡുലസ് ഫംഗ്ഷൻ എന്തല്ല? 1 ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തല്ല? 1 അല്ല, ഓൺ ടു അല്ല. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് 1 അല്ല, ഓൺ ടു അല്ല എന്നാണ് ചോദ്യം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഏതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റിയൽ നമ്പർ തൊട്ട് റിയൽ നമ്പർ വരെ. അതായത് എയും അതുപോലെ റിയൽ നമ്പർ ആണ്, ബിയും റിയൽ നമ്പർ ആണ്, ആണല്ലോ? യെസ്. അപ്പൊ ഇത് 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ റിയൽ നമ്പറിൽ ഞാൻ -2, -1, 0, 1, 2 ഇത്ര 4 നമ്പർ അല്ലെങ്കിൽ 5 നമ്പർ ഇട്ട് കൊടുത്തു. ഇപ്പൊ റിയൽ നമ്പർ ആണ്, എനിക്ക് എന്ത് വേണോ ഇടാമല്ലോ. അതുപോലെ ഇപ്പുറത്തും റിയൽ നമ്പറിൽ ഞാൻ -2, -1, 0, 1, 2 ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ മോഡുലസ് ഫംഗ്ഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? മോഡുലസിനകത്ത് മൈനസ് ഇട്ട് കൊടുത്താലും പ്ലസ് ആവും, +2 ഇട്ട് കൊടുത്താലും പ്ലസ് തന്നെ വരും. അപ്പൊ -2 ഞാൻ ഇവിടെ ഫംഗ്ഷൻ ഇടുമ്പോൾ അത് എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഈ 2ലോട്ട് മാപ്പ് ആവും. 2 ഇട്ടാലും എങ്ങോട്ട് മാപ്പ് ആവും? 2ലോട്ട് തന്നെ മാപ്പ് ആവും. അങ്ങനെയാണെങ്കിൽ ഇത് 1 ആണോ മെനി 1 ആണോ? ഇപ്പൊ തന്നെ നമുക്ക് പറയാം ഇത് 1 ആണ്. അതായത് ഒരെണ്ണത്തിന് എക്സാക്ട്ലി ഒരെണ്ണമാണോ മാപ്പ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിലോട്ട് മെർജ് ചെയ്തിട്ടാണോ പോയിരിക്കുന്നത്? അപ്പൊ 1 ആണോ? ഇത് മെനി 1 ആണോ? ഇത് മെനി 1 ആണ്. സോ ഇത് 1 അല്ല. ക്ലിയർ? അപ്പൊ ഇത് മെനി 1 ആണ്. അതായത് -2 എങ്ങോട്ട് പോകും? -2 എന്ന് പറയുന്ന ഇൻപുട്ട് ഇട്ടാലും 2ലോട്ട് പോകും. 2 എന്ന് പറയുന്ന ഇൻപുട്ട് ഇട്ടാലും 2ലോട്ട് പോകും. അതുപോലെ -1 എന്ന് പറയുന്ന ഇൻപുട്ട് ഇട്ടാൽ -1 ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? 1ലോട്ട്. 1 എന്ന് പറയുന്ന ഇൻപുട്ട് ഇട്ടാൽ അതും 1ലോട്ട്. അപ്പൊ -1 ഇട്ടാലും 1ലോട്ട്, 1 ഇട്ടാലും 1ലോട്ട്. സോ ദിസ് ഇസ് നോട്ട് 1 ഇതെന്താണ്? ഇത് മെനി 1 ആണ്. ഇതെന്താണ്? മെനി 1 ആണ്. ക്ലിയർ? ഇനി അടുത്തത് അവർ ചോദിച്ചിട്ടുണ്ട് ഓൺ ടു. ഓൺ ടു പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് പെട്ടെന്ന് ഓൺ ടു പറയാനുള്ള കാരണം? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് OP ഒരു സ്ലാഷ് ഇട്ട് പി ചെയ്തിരിക്കുന്നത് അത് ഔട്ട്പുട്ടാണ്. ഇവിടുത്തെ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് നമ്പർ ആയിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കത്തില്ല എപ്പോഴും, അല്ലെ? ഔട്ട്പുട്ട്, കാരണം ഈ ഫംഗ്ഷൻ നമ്മുടെ ഫംഗ്ഷൻ മോഡുലസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ എന്താണ് എപ്പോഴും? അതെപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടേ തരത്തുള്ളൂ. അങ്ങനെ പോസിറ്റീവ് ഔട്ട്പുട്ട് തരുന്ന ആ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ ഈ ആൾക്കാരൊക്കെ ബാക്കി കിടക്കത്തില്ലേ? -2, -1 എല്ലാം വെറുതെ കിടക്കത്തില്ലേ? എക്സാമ്പിൾ ആണ്, ബാക്കി കുറെ ഉണ്ട്, നെഗറ്റീവ് നമ്പർ എല്ലാം ബാക്കി വെറുതെ കിടക്കും. അവർക്ക് ആർക്കും എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം നെഗറ്റീവ് നമ്പേഴ്സ് എന്തില്ല? നെഗറ്റീവ് നമ്പേഴ്സ് ഡു നോട്ട് ഹാവ് എന്തില്ല? പ്രീ ഇമേജ്. നെഗറ്റീവ് നമ്പേഴ്സ് ഡു നോട്ട് ഹാവ് എ പ്രീ ഇമേജ്. അപ്പോൾ നമുക്ക് പ്രീ ഇമേജ്, എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. എന്താവാൻ? ഓൺ ടു ആവാൻ. ഓൺ ടു ആവണമെങ്കിൽ എല്ലാ നമ്പറുകൾക്കും അല്ലെങ്കിൽ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജുകൾ ഉണ്ടായിരിക്കണം. ഇവിടെ മൈനസ് നമ്പറുകൾക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറുകൾക്ക് ഈ പറയുന്ന എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതെന്തല്ല? ഓൺ ടു അല്ല. ഇതെന്ത് ഫംഗ്ഷൻ ആണ്? ഇൻടു ഫംഗ്ഷൻ ആണ്. ഇതെന്ത് ഫംഗ്ഷൻ ആണ്? ഇൻടു ഫംഗ്ഷൻ. ക്ലിയർ? സോ 1 എന്നുള്ളത് അല്ല, മെനി 1 ആണ്. അതുപോലെ ഓൺ ടു അല്ല, എന്താണ്? ഇൻടു ആണ്. സോ നമുക്ക് പ്രൂവ് ചെയ്തില്ലേ? ഇറ്റ് ഇസ് നെയ്തർ 1 നോർ ഓൺ ടു. 1 അല്ല, ഓൺ ടു അല്ല എന്നുള്ളത് നമ്മൾ എക്സാക്ട്ലി അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാനത് എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മാപ്പ് ചെയ്ത്, ഈ ഒരു മാപ്പിംഗ്, ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുമ്പോൾ തോന്നും കാണാതെ പഠിക്കണം, പക്ഷെ കാണാതെ ഒന്നും പഠിക്കണ്ട. ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. എന്താണ്? റിയൽ നമ്പർ R to R, അതായത് ഒരു റിയൽ നമ്പർ ഇപ്പുറത്ത് വിടാം, അപ്പുറത്തും വേറെ റിയൽ നമ്പർ ഇടാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് റിയൽ നമ്പർ ഇട്ടു, ഇവിടെ കുറച്ച് റിയൽ നമ്പർ ഇട്ടു, അത് വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്തത് കേട്ടോ. ക്ലിയർ? സംശയം എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും? ഞാനൊന്ന് ചാറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ആരെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ആരും ഡൗട്ട് ആയിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. ലാസ്റ്റ് ചോദിച്ചത് ആരാ? ഡൗട്ട് ചോദിച്ചത് എനിക്ക് തോന്നുന്നു അൻവർ ആണെന്ന് തോന്നുന്നു, അല്ലെ? അൻവർ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇത് അടുത്തതിലോട്ട് പോട്ടെ.
നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി കൂടെ പഠിക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറയുന്നത് r-3യും ബി എന്ന് പറയുന്നത് r-1 എന്ന് വെച്ചാൽ ഇത് ഡൊമൈൻ ആണ്. ഇതെന്താണ്? ഇതാരാ? ഡൊമൈൻ ആണ്. അപ്പൊ ഈ ഡൊമൈൻ അവർ തന്നിട്ട് അവർ പറയുകയാണ് കൺസിഡർ ദ ഫോളോയിങ് ഫംഗ്ഷൻ. എന്താണ്? എ ടു ബി, എയിൽ നിന്ന് ബിയിലോട്ടാണ് ഫംഗ്ഷൻ. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് f(x) x-2/x-3. ഇതെന്താണെന്ന് ചോദ്യം. ഇത് 1-1 ഉം ഓൺ 2 ആണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദ്യം. അപ്പൊ ഇത് 1-1 ഉം ഓൺ 2 ആണോ എന്ന് നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സാധാരണ ഗതിയിൽ ഇതിനൊരു ഗ്രാഫ് വരച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഗ്രാഫ് വരച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പാടാം. സാധാരണ രീതിയിൽ ഒരു x-2ന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, x-3യും പറ്റും. ഈ x-2/x-3 വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രാഫ് വരയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഗ്രാഫ് വരച്ച് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചത് ഈ പറയുന്ന മാപ്പിംഗ് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീരത്തില്ല, അല്ലെങ്കിൽ അതിനൊരു കൺക്ലൂഷൻ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള രീതിയാണ്. എന്താണ് ആ രീതി? ആദ്യം നമ്മൾ 1-1 ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് f(x)ന് പകരം f(x1) ഉം f(x)ന് പകരം 2 f(x2) കൊടുക്കുന്നു. അപ്പൊ x1 ഉം x2 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ x-2/x-3ക്ക് പകരം x1 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്താവും? x1-2/x1-3 എന്നും ഇവിടെ എന്താവും? x2-2/x2-3 എന്നും ആകും രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇങ്ങനെ ഈ ഫംഗ്ഷൻസിനെ രണ്ടിനെ ഞാൻ എന്താണ് ഈക്വൽ ആയിട്ട് എടുക്കാൻ പോവാം. എന്തായിട്ട് എടുക്കാൻ പോവാം? ഈക്വൽ ആയിട്ട് എടുക്കാൻ പോവാം. അങ്ങനെ ഈക്വൽ ആയിട്ട് ഞാൻ ആ ഫംഗ്ഷൻ എടുക്കുമ്പോൾ x1-2/x1-3 ഈക്വൽ ടു x2-2/x2-3. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ x1-2ഉം ഈ x2-3യും കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ എന്തൊക്കെ വരും? x1 ഉം x2ഉം പിന്നീട് 2x2 പിന്നീട് -3x1 പ്ലസ് ഈ -2ഉം -3ഉം കൂടെ ചേർന്ന് 6. ഇത് ഇപ്പുറത്ത് ഈ രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? അതും x1 x2 -2x1 -3x2 പ്ലസ് 6. ഞാൻ ചെയ്യുന്നത് എക്സാക്ട് ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ സമയം എടുത്ത് ചെയ്തെന്നുള്ളൂ, നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്ത് തീർക്കാന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെ കിട്ടിയ സാധനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ x1 x2 രണ്ടിലും ഉണ്ട്, അതും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 6 രണ്ട് സൈഡിലും ഉണ്ട്, അതും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? യെസ്. ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ബാക്കി നമുക്കുള്ളത് -2x2 ഉണ്ട്, ഇപ്പുറത്ത് ഒരു -3x ഉണ്ട്. അപ്പൊ അത് ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ എന്താവും? -2x2 പ്ലസ് 3x2 എന്നായി ഈക്വൽ ടു ഈ -2x1 ഇപ്പുറത്തിന്റെ കൂടെ ഈ -3x1 ചേർത്താൽ -2x1 പ്ലസ് 3x1 എന്നും ആയി. ഈ -2x2 3യും കൂടെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ 3x2 കൂടെ ആഡ് ചെയ്താൽ വെറും x2ഉം -2x1ന്റെ കൂടെ വെറും 3x1 ആഡ് ചെയ്താൽ വെറും x1 എന്ന് കിട്ടി. അതായത് നമ്മൾ ചെയ്തത് എന്താണ്? ഫംഗ്ഷനിനകത്ത് 2 ഇൻപുട്ട് ഇട്ട് കൊടുത്തു. ഫംഗ്ഷനകത്ത് നിങ്ങൾ 2 ഇൻപുട്ട് ഇട്ട് കൊടുത്തു. അതായത് x1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും, അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല കേട്ടോ. x1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും x2 എന്ന് പറയുന്ന ഒരു വേറൊരു ഇൻപുട്ടും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറയാണ് ആ ഫംഗ്ഷൻ സെയിം ആണ്, ആ ഫംഗ്ഷൻ ഇവിടെ സെയിം ആണെന്ന് പറയുന്നു. അതായത് രണ്ട് വേറെ വേറെ ഇൻപുട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ സെയിം ആണ്. എന്നിട്ട് അവസാനം എനിക്ക് എന്ത് കിട്ടി? ആ ഇൻപുട്ടുകളും സെയിം ആണെന്ന് കിട്ടി. അതിനർത്ഥം നിങ്ങൾ ഇടുന്ന ഓരോ വാല്യൂവിലും ഓരോ പർട്ടിക്കുലർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് x1 എന്ന് പറയുന്നതിന് നിങ്ങൾ 1 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട്, 2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഔട്ട്പുട്ട്, 10 എന്ന് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഔട്ട്പുട്ട്. ഒരിക്കലും ഔട്ട്പുട്ടുകൾ എന്താവത്തില്ല? സെയിം ആയി വരത്തില്ല. ഔട്ട്പുട്ടുകൾ എന്തായി വരത്തില്ല? സെയിം ആയി വരത്തില്ല. അതായത് കറക്റ്റ് ഒരെണ്ണത്തിന് ഒരെണ്ണം, അതായത് ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഫംഗ്ഷൻ മാപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു x2 = x1 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പൊ അത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് പറയാം? ധൈര്യമായിട്ട് അവിടെ പറയാം f ഈസ് 1-1. f ഈസ് എന്താണ്? 1-1. ക്ലിയർ? അപ്പൊ f എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ 1-1 ആവാനുള്ളതിന്റെ റീസൺ പിടികിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായവരെല്ലാവരും ഒരു തംസ് ഇട്ടേ. കുറെ നേരമായി എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക, എല്ലാവരും ഉറക്കം തൂങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് പെട്ടെന്നിട്ടെ. എനിക്കൊരു തംസപ്പ് മതി. എത്ര പേരുടെ ഒരു എണ്ണ എടുക്കാൻ? ഇന്നലെ എടുത്ത പോലെ പെട്ടെന്ന്. യെസ്, 2 പേരായി. 2 ഉണ്ട്. വരട്ടെ, തംസപ്പ്. ഓക്കെ, 3 4. വെരി ഗുഡ് 5. ഓക്കെ, ബാക്കിയുള്ളവർ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയാൻ വേണം. നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമല്ല, മനസ്സിലായില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. സോ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട്, ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? ഓൺ ടു എന്ന് പറയുന്ന ഈ ഒരു സാധനം ഞാൻ ഇത് മാറ്റാൻ പോവാണേ. യെസ്. അപ്പൊ ഓൺ ടു പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഫംഗ്ഷനെ ഞാൻ എടുക്കുകയാണ്. f(x) = x-2/x-3 എന്ന് പറയുന്ന ആ ഫംഗ്ഷന് പുതിയൊരു പേര് കൊടുക്കുന്നു. ഇപ്പം ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, അതായത് x ആക്സിസിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? y ആയിരിക്കും. അപ്പോൾ f(x) എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും y ആയിരിക്കും. അപ്പൊ ഞാൻ ഔട്ട്പുട്ട് കൊടുക്കുന്നു y = x-2/x-3. ഓക്കെ,
ഇനി ഓൺ ടു നമ്മൾ എങ്ങനെ മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യും? അപ്പോൾ ഓൺ ടു പ്രൂവ് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? yx minus 3y is equal to x minus 2. yx minus 3y is equal to x minus 2 എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയതിനു ശേഷം ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? yx minus x. ഈ മൈനസ് 3y അപ്പുറത്ത് പോകുമ്പോൾ 3y minus 2. ഈ yx minus x-നകത്ത് x കോമൺ എടുത്തു കഴിഞ്ഞാൽ y minus 1 equal to 3y minus 2. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഇതിൽ നിന്ന് x എന്ത് കിട്ടി? 3y minus 2 by y minus 1. ഓക്കെ, ഇതെന്താണെന്നുള്ളതും ഇതെങ്ങനെ എന്തിന് കണ്ടുപിടിച്ചു എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്? നമ്മുടെ ചോദ്യത്തിൽ എപ്പോഴും തന്നിരിക്കുന്നത് y വിത്ത് റെസ്പെക്ട് ടു x ആണ് അല്ലെ? ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം എന്തിലാണ് തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതെല്ലാം എക്സിലാണ് തന്നിരുന്നത്. ഇനി ഞാനിപ്പോ ഇവിടെ എന്ത് കണ്ടുപിടിച്ചു? എക്സിനെ ആരുടെ റെസ്പെക്റ്റിൽ കണ്ടുപിടിച്ചു? എക്സ് വിത്ത് റെസ്പെക്ട് എന്താ കണ്ടുപിടിച്ചു? y കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒന്ന് തലതിരിച്ചിട്ടു. അതായത് ഇങ്ങോട്ടിരുന്ന ഫംഗ്ഷൻ, അതായത് എയിൽ നിന്ന് ബിയിലോട്ടിരുന്ന ഫംഗ്ഷനെ തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് എഴുതുമ്പോൾ എങ്ങനെ ആക്കാം എന്നുള്ളതിനൊരു ഐഡിയ ആണ് ഇവിടെ നിന്ന് കിട്ടിയത്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ വൈനെ എക്സിൽ തന്നിരിക്കുന്നതിനെ എന്താക്കി? എക്സിനെ തിരിച്ച് വൈയിലാക്കി. എക്സിനെ എന്തിലോട്ടാക്കി? വൈയിലോട്ടാക്കി. അങ്ങനെ ആക്കിയപ്പോൾ നമുക്ക് കിട്ടി 3y minus 2 by y minus 1. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതെ. ഇവിടെ ബി എന്താണ്? ബി നോക്കിക്കേ. ബി എന്താ തന്നിരിക്കുന്നത്? ബിന്റെ ഡൊമൈൻ അല്ലെങ്കിൽ ബിനകത്ത് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് r-1 ആണ്. അതിനർത്ഥം എല്ലാ റിയൽ നമ്പറുകളും എടുക്കാം, എന്തൊഴികെ? 1 ഒഴികെ അല്ലെ? ഈ r-1 എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പറും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ എന്തെടുക്കാൻ പറ്റത്തില്ല? 1 എടുക്കാൻ പറ്റത്തില്ല. സോ ഈ 3y minus 2 by y minus 1-ല് ഡിനോമിനേറ്റർ ആരാ? ഡിനോമിനേറ്റർ y minus 1 ആണ്. അവിടെ എന്തിടാൻ പറ്റത്തില്ല? yക്ക് 1 ഇടാൻ പറ്റത്തില്ല. കാരണം yക്ക് 1 ഇട്ട് കഴിഞ്ഞാൽ 1 minus 1 0 ആവും. ഈ 0 ആയി കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല, അത് നിലനിൽക്കത്തില്ല. അപ്പോ ഈ 3y minus 2 by y minus 1-ല് എക്സാക്ട് ആയിട്ട് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ ഡൊമൈൻ ഇവിടെ വർക്ക് ആവുന്നുണ്ടോ? അതായത് ഈ r-1. യെസ്, ഈ r-1 കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് സാറ്റിസ്ഫൈ ആയി പോകുന്നുണ്ട്. അങ്ങനെ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ ആൻസർ എന്താണ് തീർത്തിട്ട് നമുക്ക് പറയാം എന്താണ് നമ്മുടെ ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്നും പറയാം. ക്ലിയർ? ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇത് ഒരെണ്ണമായിട്ടുള്ളൂ, തീർന്നിട്ടില്ല. ഇതൊരു മെത്തേഡാണ്. ഓക്കെ, ഞാൻ ഈ ചോദ്യത്തോടെ ഫംഗ്ഷൻസ് തീർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇൻവേഴ്സിലോട്ട് പോവുക. കാരണം നമ്മൾ ഇനി ഫംഗ്ഷൻസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വൈനെ എന്താണ് എക്സിന്റെ ടേംസിൽ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിരുന്നതിനെ ഞാൻ എന്തിലാക്കി? എക്സിനെ വൈയിലോട്ടാക്കി. എക്സിനെ എന്തിലോട്ടാക്കി? വൈയിലോട്ടാക്കി. അപ്പൊ അങ്ങനെ ആക്കിയപ്പോൾ കിട്ടിയത് എന്താണ്? ഈ എക്സാക്ട് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഡൊമൈൻ, അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ ഡൊമൈനിനെ കറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതാം നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? ഓൺ ടു ആണ് എന്ന് എഴുതാം. ക്ലിയർ? അതൊരു മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കട്ടെ. ഈ ഒരു മെത്തേഡ് അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആ വേറൊരു മെത്തേഡാണ് ഇപ്പൊ കിട്ടിയ ഈ ഒരാളെ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയത് എക്സ് എന്നല്ലേ കിട്ടിയത് അല്ലെ? എക്സിന് പകരമല്ലേ നമുക്ക് ഈ 3y minus 2 by y minus 1 കിട്ടിയത്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഈ പറയുന്ന ഈ എക്സിന് പകരം ഈ ആളാണ് ഇട്ട് കൊടുക്കുക. 3y minus 2 by y minus 1 എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഏതിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്? നമ്മുടെ ഫംഗ്ഷൻ എന്താ ഇവിടെ കിടക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിയിൽ ഇട്ട് കൊടുക്കുക. എന്താണ്? x-2 by x minus 3. അപ്പൊ അതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സിന് പകരം 3y minus 2 by y minus 1 minus 2 by 3y minus 2 by y minus 1 minus 3 ഇങ്ങനെ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തതാ, ഇവിടെ ഒരു ചെറിയ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ 3y minus 2 minus 2 plus 2 അല്ലെ by y minus 1, താഴെ എന്ത് വരും? 3y minus 2 minus 3y plus 3 by y minus 1 എന്നൊക്കെ കുറെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. ഇതെല്ലാം കുറെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഇതിൽ ഈ y minus 1 y minus 1 ഒക്കെ കട്ടായി പോകും, കാരണം അത് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് പോകും. മുകളിൽ -2 +2 അതും കട്ടായി പോകും. താഴെ 3y minus 3 കട്ടായി പോകും. കുറെ കട്ടായി പോകാനുണ്ട്. അപ്പൊ ബാക്കി ഇവിടെ 3y minus 2y എന്നുണ്ട്. അതുപോലെ താഴെ -2 + 3 -2 + 3 ആരാണ്? 1 ആണ്. ഈ 3y minus 2y നമുക്കറിയാം അതാരാ? y ആണ്. സോ എഫ് ഓഫ് എക്സ് ചെയ്തപ്പോൾ എന്തിന് കിട്ടി? എഫ് ഓഫ് എക്സ് കിട്ടപ്പോൾ നമുക്ക് y എന്ന് കിട്ടി. അങ്ങനെ എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ കിട്ടിയാലും അല്ലെങ്കിൽ കറക്റ്റ് എക്സാക്ട്ലി y എന്ന് കിട്ടിയാലും നമുക്ക് അവിടെ പറയാം therefore f is on to. therefore f is on to. ക്ലിയർ? അപ്പൊ ഓൺ ടു എന്ന് പറയുന്നതിന്റെ മാത്തമെറ്റിക്കൽ നമുക്ക് ഒരു മനസ്സിലുള്ളത് എന്താണ്? എല്ലാ രണ്ടാമത്തെ സെറ്റിൽ ഇരിക്കുന്ന എല്ലാ എലമെന്റുകൾക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാകണം.
അപ്പൊ നമുക്കിവിടെ കിട്ടി എഫ് ഓഫ് എക്സ് വൈ ആണ്, അല്ലെങ്കിൽ വൈക്ക് എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടിയതാ ഇവിടെ കിട്ടി, അതെടുത്ത് തിരിച്ചിട്ടപ്പോഴും നമുക്ക് ഫംഗ്ഷൻ സെയിം ആയിട്ട് തന്നെ കിട്ടി. ഫംഗ്ഷനിൽ ഒരു വ്യത്യാസവും ഇല്ല, ഫംഗ്ഷൻ അതേപടി തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ഈ എക്സിന് ഈ 3y - 2 / y - 1 കൊണ്ടിട്ടപ്പോൾ അത് ഫംഗ്ഷൻ അതേപടി തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഇടുന്ന അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഔട്ട്പുട്ടുകൾ എല്ലാത്തിനും എന്തുണ്ട്, ഒരു യുണീക്ക് ആയിട്ട് ഒരു ഇൻപുട്ട് അവിടെ ഉണ്ട്. ക്ലിയർ, സിമ്പിൾ, മനസ്സിലായോ? ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ആൻസർ അവസാനിപ്പിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ മെത്തേഡ് വെച്ച് എഴുതി തീർക്കാം. അത് നിങ്ങൾ എഴുതും പോലെ ഇരിക്കും. അതായത് നമ്മൾ ലാസ്റ്റ് ആൻസറിന് എഴുതി തീർക്കുന്ന രീതി ഉണ്ടല്ലോ. എങ്ങനെയാ? ഇവിടെ നമുക്ക് കിട്ടി എക്സ്, അപ്പൊ നമ്മൾ പറയുന്നു എക്സ് എലമെന്റ് ഓഫ് ഏതാണ്, r-1. അതായത് ഈ പറയുന്ന ഡൊമൈൻ, അതായത് r-1 നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ ഓൺ ടു ആണെന്നും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലിയർ, സംശയമൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായവരെല്ലാവരും ഒരു എന്താണ് തംസപ്പിട്ടെ ചാറ്റിൽ, ഞാനൊന്ന് കാണട്ടെ. പെട്ടെന്ന്. ഓക്കെ, യെസ്, വെരി ഗുഡ് മിഥുൻ, യെസ്, ഓക്കെ, നന്ദന, സാനിയ, ഓക്കെ. മനസ്സിലായവരെല്ലാം പറയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇതിലെ ഈ ഒരു സെഷന്റെ സക്സസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞു ഫംഗ്ഷൻസ് ഞാൻ ഇനി എടുക്കുന്നില്ല. ഫംഗ്ഷൻസ് ഇനി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി തൊടാതായി പോകും. ഓക്കെ, അപ്പൊ നേരെ ഞാൻ ഇൻവേഴ്സിലോട്ട് പോവുകയാണ് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലോട്ട് പോവുകയാണ്. ക്ലിയർ, നമുക്ക് തുടങ്ങാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നമുക്ക് സമയം പരിമിതി ഉണ്ട്, നമുക്ക് മാക്സിമം പറ്റാവുന്നിടത്തോളം തീർക്കാൻ പറ്റുന്നത് തീർക്കാം. ഓക്കെ, സോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വർഷം 11th നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട് അല്ലേ? ട്രിഗ്നോമെട്രി എന്നൊരു പാഠം 11th, 10th, 9th ചിലർ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ICSE എന്നൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലർ 9th പഠിച്ചിട്ടുണ്ടാവും. അപ്പം ട്രിഗ്നോമെട്രി പഠിച്ചു, അതിന്റെ തലതിരിച്ച് വെച്ചിരിക്കുന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നിങ്ങളിപ്പോ സ്കൂളിലൊക്കെ കുറച്ചുപേര് പഠിച്ചിട്ട് കാണും, ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ്? നമുക്ക് മാർക്കിന്റെ കാര്യത്തിൽ കുറച്ച് എളുപ്പത്തിന് മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പാഠവും കൂടെയാണ് കേട്ടോ. ചില പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് മാർക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സാധാരണ രീതിയിൽ ഏത് ക്ലാസ്സിലും ഞാൻ ആദ്യം ഒരു ഇൻട്രോ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഇൻട്രോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതുകയാണ്, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇപ്പോൾ y = sin x. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ലാസ്റ്റ് പഠിച്ചു ഇൻവേഴ്സ്. അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഞാൻ പഠിച്ചില്ല, ഞാനൊരു കാര്യം പറഞ്ഞു. എന്താണ് ഫംഗ്ഷനിന്റെ ഇൻവേഴ്സ് എങ്ങനെ എടുക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഐഡിയ തന്നു നിങ്ങൾക്ക്. അപ്പൊ അതേ ഐഡിയ ഉപയോഗിച്ച് ഞാനിപ്പോ y = sin x ആണെങ്കിൽ x തിരിച്ചു പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് y ആകും. x തിരിച്ചു പറഞ്ഞാൽ ആരാകും? സൈൻ ഇൻവേഴ്സ് y ആകും. അപ്പൊ y sin x ആണെങ്കിൽ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ആയിട്ട് sin x ഉണ്ടെങ്കിൽ, y sin x ആണെങ്കിൽ തിരിച്ച് x സൈനിന്റെ ടേംസിൽ പറയുമ്പോൾ അതെന്താകും? സൈൻ ഇൻവേഴ്സ് y ആണ്. എന്താണ്? സൈൻ ഇൻവേഴ്സ് y. ക്ലിയർ? ഈ സൈൻ ഇൻവേഴ്സ് y എന്ന് പറയുന്നതിനാണ് ഒരു -1 ഇവിടെ കൊണ്ടിടുന്നത് കേട്ടോ. ഈ സൈൻ ഇൻവേഴ്സ് yയും ഈ സൈൻ y⁻⁻1 ഇത് രണ്ടും ഒന്നല്ല, അതൊരിക്കലും ഒന്നല്ല കേട്ടോ. ഈ സൈൻ വൈയുടെ പുറത്ത് ഒരു -1 ഇടുന്നതും ഈ സൈൻ ഇൻവേഴ്സ് y എന്ന് ഇടുന്നതും രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. ഇയാളെന്ന് പറയുന്നത് ആരാ? സൈൻ വൈയുടെ മുകളിൽ ഒരു -1 ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് 1/sin y ആണ്. അതും ഇൻവേഴ്സ് ആണ്, പക്ഷെ അത് എന്ത് ഇൻവേഴ്സ് ആണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അതായത് 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/5 ആണ്, എന്നാലേ 1 കിട്ടത്തുള്ളൂ. 10ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/10 ആണ്, എന്നാലേ 1 കിട്ടത്തുള്ളൂ. പക്ഷേ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ കാര്യത്തിൽ sin x ന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/sin x അല്ല, അതെന്താണ്? സൈൻ ഇൻവേഴ്സ് y ആണ്. അതെന്താണ്? സൈൻ ഇൻവേഴ്സ് y ആണ്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ആയിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പർട്ടിക്കുലർ ട്രിഗ്നോമെട്രി ഫംഗ്ഷനിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ സൈൻ ആണെങ്കിൽ സൈന് കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ ഒരു -1, ഓക്കെ, അല്ലെങ്കിൽ കോസ് ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് x, ടാൻ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് x, സീക്ക് ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് x. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ വെറും ഒരു സാധാ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഓരോ ഫംഗ്ഷൻസിന്റെയും ഡൊമൈനും റേഞ്ചും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. നിങ്ങൾ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പൊ sin x ന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് റിയൽ നമ്പർ വേണോ കൊണ്ടിടാം.
പക്ഷേ റേഞ്ച് എന്ന് പറയുന്നത് -1ന്റെ ഇടയിലായിരിക്കും. അതായത് sin x എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് -1ഉം ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 1ഉം. അത്രേ ഉള്ളൂ. ഇത് sin x ആണ് ഞാൻ പറയുന്നത്. ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അല്ല, ഇത് വെറും ട്രിഗ്നോമെട്രിയുടെ കാര്യമാണ്. ഇത് വെറും ട്രിഗ്നോമെട്രി ആണ്. അപ്പൊ ഈ വെറും ട്രിഗ്നോമെട്രിയിൽ sin x ന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറും, റേഞ്ച് എന്ന് പറയുന്നത് -1 ആണ്. അത് തന്നെയാണ് cos x നും. ഏത് റിയൽ നമ്പർ നിങ്ങൾക്ക് കൊണ്ടുവിടാം, പക്ഷെ എന്ത് കിട്ടത്തുള്ളൂ റേഞ്ച് ആയിട്ട്? -1നും 1നും ഇടയ്ക്കുള്ള രണ്ട് നമ്പറുകൾ, അല്ലെങ്കിൽ -1നും 1നും ഇടയ്ക്കുള്ള നമ്പറുകൾ മാത്രമേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് cos x നും. ഇനി tan x ന്റെ കാര്യത്തിലും അതുപോലെ താഴോട്ടുള്ളതിലും കുറെ എന്തൊക്കെയോ വലിച്ചുവാരി എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് വലിയ കൺഫ്യൂഷൻ ഒന്നും വരുത്താതെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ tan x ന്റെ സ്ഥാനത്ത് നമുക്ക് അറിയാം, ഇപ്പൊ tan x ന് tan 90 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലെ? ഇങ്ങനെ പോകും. ഇപ്പൊ tan 90യുടെ ഗ്രാഫ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ പോകും. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് കൂടുന്നത് കാണാം. അതായത് 90യിലോട്ട് അടുക്കുമ്പോൾ, π/2 അടുക്കുമ്പോൾ ഈ ഗ്രാഫ് വലുതായിട്ട് ഇങ്ങനെ പോകുന്നതാണ്, അല്ലെ? ഒരുപാട് വലുപ്പത്തിലോട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കത്തില്ല, 90 ഡിഗ്രി എടുക്കത്തില്ല. ഇപ്പൊ ടാനിനകത്ത് 90 എടുക്കത്തില്ല. അതുപോലെ 90യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 270 എടുക്കത്തില്ല. അതുപോലെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ 90യുടെ മൾട്ടിപ്പിൾ 180 ഉണ്ട്, പക്ഷെ 180 എടുക്കാം കേട്ടോ. എന്ത് മൾട്ടിപ്പിൾ എടുക്കത്തില്ല? ഓഡ് മൾട്ടിപ്പിൾ എടുക്കത്തില്ല. അതായത് 90 × 1 90 എടുക്കത്തില്ല, 90 × 3 270 എടുക്കത്തില്ല, 90 × 5 450 എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ 2n+1 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2n+1/2. ഈ 2n+1 × π/2 എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കിക്കോളാം, അതിനർത്ഥം ഓടാണ്. അതെന്ത് ഫംഗ്ഷൻ, അതെന്താണ്? അത് ഓഡ് മൾട്ടിപ്പിൾ ആണ്. എന്ത് മൾട്ടിപ്പിൾ ആണ്? ഓഡ് മൾട്ടിപ്പിൾ. അതായത് 90 × 1 90 × 3 ഇതൊന്നും എടുക്കത്തില്ല. ഇതൊന്നും എടുക്കാത്തത് കൊണ്ടാണ് R- ഒരു മൈനസ് ഇവിടെ കണ്ടോ? R- എല്ലാ റിയൽ നമ്പറും എടുക്കാം, പക്ഷെ എന്തെടുക്കാൻ പറ്റത്തില്ല? ഇവിടെ π/2 കണ്ടല്ലോ, അതെ, π/2 തൊട്ടു മുന്നേ ഒരു 2n+1. ഈ 2n+1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമുക്ക് ഓഡ് മൾട്ടിപ്പിൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. 3π എടുക്കാൻ പറ്റും, 3π/2 എടുക്കാൻ പറ്റത്തില്ല, 5π/2 എടുക്കാൻ പറ്റത്തില്ല, 7π/2 എടുക്കാൻ പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. പക്ഷെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? എല്ലാ റിയൽ നമ്പറും കിട്ടും. ക്ലിയർ? ഇതാണ് ഈ ഒരു ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് ബാക്കിയും എഴുതിയിരിക്കുന്നത്. ഇപ്പൊ കൊസീക്കിന്റെ ആയാലും സീക്കിന്റെ ആയാലും കോട്ടിന്റെ ആയാലും. ക്ലിയർ? ഓക്കെ, ഞാനത് എലാബറേറ്റ് ചെയ്ത് പറയാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ആദ്യത്തെ 3 മനസ്സിലാക്കി വെക്കുക. അതായത് സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും. ക്ലിയർ? ഇനി ഇതേ കാര്യം ഞാൻ എന്തിലോട്ട് പറയുകയാണ്? നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിനും കോസ് ഇൻവേഴ്സ് എക്സിനും ടാൻ ഇൻവേഴ്സ് എക്സിനും, ഇതിന് 3 പ്രത്യേകം നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ സൈൻ എക്സിന്റെ റേഞ്ച് ആരാണ്? സൈൻ എക്സിന്റെ റേഞ്ച്, ഇപ്പൊ സൈൻ എക്സിന്റെ റേഞ്ച് -1 to 1. അതായിരിക്കും ഇവിടത്തെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആരാണ്? -1 to 1 ആയിരിക്കും. അതായത് -1ന്റെയും 1നും ഇടയ്ക്കുള്ള വാല്യൂ മാത്രമേ നിങ്ങൾക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൽ കൊണ്ടിടാൻ പറ്റത്തുള്ളൂ. ഇൻപുട്ട് ആയിട്ട് നിങ്ങൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ -1നും 1നും ഇടയ്ക്കല്ലാത്ത ഒരു 2 കൊണ്ട് കൊടുത്തെന്ന് വെച്ചോ, അവിടെ ആ ഫംഗ്ഷൻ വർക്ക് ആവത്തില്ല. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സൈൻ ഇൻവേഴ്സ് ഇട്ടിട്ട് ഒരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സിന്റാക്സ് എറർ എന്നോ അല്ലെങ്കിൽ മാത്ത് എറർ എന്നോ കാണിക്കും കേട്ടോ. ആ 2 എന്ന് പറയുന്നത് റേഡിയനിലാണ് ഞാൻ പറയുന്നത്. ഇതൊരു നിങ്ങളുടെ യൂണിറ്റ്, ഇപ്പൊ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പല യൂണിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ റേഡിയൻ യൂണിറ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് -1നും 1നും ഇടയ്ക്കുള്ള നമ്പറുകളാണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിനും കൊടുക്കാൻ പറ്റുന്നത് -1നും 1നും ഇടയ്ക്കുള്ള നമ്പറുകൾ മാത്രമേ പറ്റത്തുള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സിന് എല്ലാ റിയൽ നമ്പറും കൊടുക്കാം. കാരണം ഇത് ടാൻ എക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ടാൻ എക്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് വാല്യൂ കയറി എവിടേക്കോട്ട് പോകും? ഇൻഫിനിറ്റിയിലോട്ട് അങ്ങ് എത്തും. അപ്പോൾ 90 ഇൻഫിനിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ 90ക്ക് തൊട്ട് മുന്നേ കിടക്കുന്ന 89 അതൊരു വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഏത് റിയൽ നമ്പർ വേണമെന്നോ എന്തിനെടുക്കാം? ടാനിന് എടുക്കാം. സോ അതുകൊണ്ടാണ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു റിയൽ നമ്പറും ആണെന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? ഇനി ഇതിന്റെ റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എണ്ണത്തിന്റെയും റേഞ്ച്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2നും π/2നും ഇടയ്ക്കാണ്. അതായത് ഇപ്പൊ ഞാനൊരു പ്ലെയിൻ വരച്ചു, ഒരു 360 ഡിഗ്രി കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 ഡിഗ്രി, ഇത് π/2, ഇത് π, ഇത് 3π/2, ഇതെന്താണ്? ഇത് 2π. തിരിച്ചങ്ങനെ വരും അല്ലെ? ഇനി നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇവിടെ എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് പറയുമ്പോൾ, നമ്മൾ ഇങ്ങോട്ടാണ് സാധാരണ രീതിയിൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് π/2. അപ്പൊ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഇത് -π/2. അതായത് 3π/2ന്റെ സ്ഥാനത്ത് എന്ത് ഇടാം? -π/2 ഇടാം. അതായത് ഇത് π/2 ആണെങ്കിൽ ഇത് എന്താണ്? -π/2. സോ നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലായിരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെയും അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റിന്റെയും ഇടയ്ക്കായിരിക്കും. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ
ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെയും നാലാമത്തെ ക്വാഡ്രന്റ്, ആദ്യത്തെയും രണ്ടും അല്ല, ആദ്യത്തെ നാലാമത്തെയും. ക്ലിയർ? അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെയും ഫോർത്ത് ക്വാഡ്രന്റിന്റെയും ഇടയ്ക്കായിരിക്കും ആര് വരുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഔട്ട്പുട്ട് റേഞ്ച് വരുന്നത്. ഇനി കോസിന്റെ വരുമ്പോൾ എന്താണ്? 0 to π. 0 to π നമുക്ക് എളുപ്പമാണ്. ഇതാണ് 0, ഇതാണ് π എന്നറിയാം. അപ്പൊ ഇതാണ് ആദ്യത്തെ ക്വാഡ്രന്റും രണ്ടാമത്തെ ക്വാഡ്രന്റ്. ഇപ്പൊ കോസ് ഇൻവേഴ്സ് എക്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല, ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റിലും എല്ലാം നിൽക്കും. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്, മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇന്റർവെല് ബ്രാക്കറ്റ് നോക്കിക്കേ, ബ്രാക്കറ്റിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഇവിടെ എന്ത് ബ്രാക്കറ്റ് ആണ്? ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കർവുള്ള ബ്രാക്കറ്റ് ആണ്. ഈ കർവുള്ള ബ്രാക്കറ്റിന്റെ എന്താണ് മീനിങ്? അവിടെ എന്തെടുക്കത്തില്ല? -π/2 π/2 എടുക്കത്തില്ല, പക്ഷെ അതിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസും എടുക്കും. സോ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലും ലാസ്റ്റ് ക്വാഡ്രന്റിലും ആണ് വരുന്നത്, പക്ഷെ ഏതെടുക്കത്തില്ല? ഈ വാല്യൂ π/2 -π/2 അവിടെ തൊടത്തില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് ബ്രാക്കറ്റ് കിടക്കുന്നത്? ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കിടക്കുന്നത്. ക്ലിയർ? ഇത് മൂന്ന് മനസ്സിലാക്കി വയ്ക്കുക. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, യെസ്. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടാൻ ഇൻവേഴ്സ് 1 എന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എന്താണ് നിങ്ങൾക്കറിയാം? ഇപ്പൊ ടാൻ π/4 ആണ് 1, ടാൻ π/4 ആണ് 1. ഈ ടാൻ π/4 ആണ് 1 എങ്കിൽ അതിനർത്ഥം ടാൻ ഇൻവേഴ്സ് 1 ആരാണ്? ടാൻ ഇൻവേഴ്സ് 1 സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, അത് π/4 ആണെന്ന് എഴുതാമല്ലോ. അതെ. അതുപോലെ ഇപ്പൊ നമുക്കറിയാം സൈൻ π/3 അല്ലെങ്കിൽ സൈൻ 60 ഡിഗ്രി √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം സൈൻ ഇൻവേഴ്സ് √3/2 ആരാണ്? π/3 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നു? നമ്മുടെ ആൻസർ കണ്ടുപിടിക്കുന്നതിനെ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എന്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1ന്റെ പ്രിൻസിപ്പൽ വാല്യൂ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. ക്ലിയർ? അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ഇത് എന്തിന് ഈക്വൽ ആണ്? ടാൻ എപ്പോഴാണ് 1ന് ഈക്വൽ ആവുന്നത്? നമുക്കറിയാം ടാൻ π/4 ആണ് 1ന് ഈക്വൽ ആവുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം ഇവിടുത്തെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്താണ് എക്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്താണ്? π/4 ആണ്. ക്ലിയർ? സാധാരണഗതിയിൽ ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇനി മാറിക്കൊണ്ടിരിക്കും, നെഗറ്റീവ് നമ്പറുകൾ വരും. ഇപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ 1ന് പകരം -1 ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് മൊത്തം മാറും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു ചോദ്യം എടുക്കാം, എന്താ? ടാൻ ഇൻവേഴ്സ് -1. സോ ടാൻ ഇൻവേഴ്സ് -1 നിങ്ങൾ കണ്ടു, നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 1 ആണ് π/4 അല്ലെ? നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ചു ടാൻ ഇൻവേഴ്സ് 1 ആണ് π/4. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ടാൻ -x എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട് ടാൻ -x മൈനസ് ടാൻ x ആണ് അല്ലെ? ടാൻ -x എത്രയാണ്? -tan x ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് -1, ടാൻ ഇൻവേഴ്സ് -1 ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് എഴുതണം? -π/4 എന്ന് എഴുതണം. എന്തെന്ന് എഴുതണം? -π/4 എന്ന് എഴുതണം. ക്ലിയർ? ടാൻ ഇൻവേഴ്സ് -1 ആണെങ്കിൽ എന്തെന്ന് എഴുതാവൂ? -π/4. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഡൗട്ട് ഞാനിപ്പോ മാറ്റിത്തരാം. ഇപ്പൊ 0, ഇത് π/2, ഇത് എത്രയാ? π, ഇത് 3π/2 അങ്ങനെ പോവാ. നമ്മുടെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ എവിടെ എടുക്കുന്നത്? ഫസ്റ്റിലും ഫോർത്തിലും അല്ലേ എടുക്കുന്നത്? അതെ. ഇപ്പൊ -1 ടാൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നെഗറ്റീവ് ആവുന്നത് എവിടെയൊക്കെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലും അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റിലും അല്ലെ? രണ്ടാമത്തത് ക്വാഡ്രന്റിലും നെഗറ്റീവ് ആകും, നാലാമത്തെ ക്വാഡ്രന്റിലും നെഗറ്റീവ് ആകും. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആകും. ഇവിടെ നമുക്ക് കിട്ടി ഇപ്പൊ ടാൻ π/4 ആണെന്ന് കിട്ടി. സാധാരണഗതിയിൽ ഇത് ഇവിടെ എത്തിയപ്പോ π/4 1 ആണെങ്കിൽ ഇവിടെ കിട്ടാൻ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 90 ഡിഗ്രി അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ അത് കൂട്ടുമ്പോഴത്തേക്ക് എത്രയാകും? 3π/4 എന്നാകും അല്ലെ? 3π/4 എന്നാകും. ഈ 3π/4 എവിടെ വരുന്നതാണ്? രണ്ടാമത്തെ ക്വാഡ്രന്റിൽ വരുന്നതാണ് അല്ലെ? രണ്ടാമത്തെ ക്വാഡ്രന്റ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ടാൻ ഇൻവേഴ്സിൻ്റെത് എവിടെയാ വരേണ്ടത്? -π/2നും π/2നും ഇടയ്ക്കാണ്. ഈ 3π/4 ഈ പറയുന്ന -π/2നും π/2നും ഇടയ്ക്കാണോ? ഒന്ന് നോക്കിക്കേ. 3π/4 എന്ന് പറയുന്നത് 3 × 45 135 ഡിഗ്രി. ഈ -π/2 എന്ന് വെച്ചാൽ -90ഉം ഈ വെറും π/2 എന്ന് പറഞ്ഞാൽ വെറും 90ആണ്. അപ്പൊ ഈ 135 ഡിഗ്രി എന്ന് പറയുന്നത് ഈ -90നും ഈ 90നും ഇടയ്ക്കാണോ? അല്ല. അങ്ങനെ വരാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെടുക്കാത്തത്? രണ്ടാമത്തെ ക്വാഡ്രന്റിലെ ഈ 3π/4നെ ഇപ്പൊ ടാൻ ഇൻവേഴ്സ് -1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് 3π/4 എന്ന് എഴുതാം. പക്ഷെ 3π/4 എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ആ ക്വാഡ്രന്റിൽ നമുക്ക് വേണ്ടാത്ത ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് വേണ്ട. ഏതെടുക്കുക? അപ്പോ ഇവിടെ ഈ ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കുന്ന ആള് വെറും ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്നത് π/4 ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കുന്ന ആൾ എന്തിട്ടാ മതി?
ഒരു മൈനസ് അതിന്റെ കൂടാൻ കൊടുത്താൽ മതി. അപ്പോൾ എന്താകും ആൻസർ -π/4. സോ വാട്ട് ഇസ് tan ഇൻവേഴ്സ് -1? tan ഇൻവേഴ്സ് -1 എന്ന് പറയുന്നത് ഈ -π/4 ആണ്. ക്ലിയർ? സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ അതില്? ഓക്കെ, സോ tan ഇൻവേഴ്സ് -1 മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ cos ഇൻവേഴ്സ് -1/√2. cos ഇൻവേഴ്സ് -1/√2. നമുക്കറിയാം cos എപ്പോഴാണ് 1/√2 ആവുന്നത്? cos 1/√2 ആവുന്നത് cos 45 ഡിഗ്രിയിലാണ്. എത്രയാണ്? cos 45 ഡിഗ്രിയിലാണ്. പക്ഷെ ഇവിടെ cos വെറും 1/√2 അല്ല, -1/√2 ആണ്. സോ cos എപ്പോഴാണ് -1/√2 ആകുന്നത്? എത്രാമത്തെ ക്വാർട്ടറിലാണ് cos നെഗറ്റീവ് ആവുന്നത്? ഫസ്റ്റ് ക്വാർട്ടറിൽ cos പോസിറ്റീവ് ആണ്, സെക്കൻഡ് ക്വാർട്ടറിൽ cos നെഗറ്റീവ് ആണ്. നമുക്കറിയാം cos ഇൻവേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെടുക്കാം? 0 to π എടുക്കാം അല്ലെ? നമ്മൾ തൊട്ട് ഇവിടെ പഠിച്ചു. കോസിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെടുക്കാം? 0 to π എടുക്കാം. 0 to π എടുത്തൂടെ? എടുക്കാം. അങ്ങനെ എടുക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ cos π/4ന്റെ ഈ 1/√2ന്റെ സ്ഥാനത്ത് -1/√2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുത്താൽ മതി? വെറും π/4 അല്ല, അവിടെ π - π/4 എടുക്കുക. എന്തെടുക്കുക? π - π/4. സെക്കൻഡ്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിങ്ങളുടെ ആംഗിൾ എങ്കിൽ അതിന് എന്തെടുക്കുക? π - x എന്ന് എടുക്കുക. അതായത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എത്രയാണോ അതിനെ π മൈനസ് ചെയ്യുക. സോ π - π/4 എടുക്കുക. π - π/4 എത്രയാ? ഇവിടെ നമുക്ക് കിട്ടും 3π/4. എത്ര കിട്ടിയത്? 3π/4. ക്ലിയർ? സോ π - π/4 എത്രയാണെന്ന് മനസ്സിലായോ? ഇവിടെ കിട്ടിയത് 3π/4. ഇത് സെക്കൻഡ് ക്വാർട്ടറിലാണ് ഈ 3π/4 വരുന്നത്. ഈ cos 3π/4 എടുത്താൽ എക്സാക്ട് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? -1/√2 കിട്ടും. ക്ലിയർ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? cos -1/√2 ആകുന്നത് എപ്പോഴാണ്? 3π/4. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് എഴുതാം. cos ഇൻവേഴ്സ് 1/√2 അല്ല, -1/√2 എന്താണെന്നുള്ളത്? 3π/4 ആണെന്ന്. ക്ലിയർ? 3π/4 ആണെന്ന് മനസ്സിലായല്ലോ? യെസ്. നമുക്ക് പെട്ടെന്ന് ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, രണ്ട് ക്വസ്റ്റൻ ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് ഇപ്പൊ ചെയ്യാം. സെക്കൻഡ് വൺ നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. ഇപ്പൊ tan ഇൻവേഴ്സ് 1ന്റെ കാര്യത്തിൽ നമുക്കറിയാം tan ഇൻവേഴ്സ് 1 എപ്പോഴും π/4 45 ഡിഗ്രിയാണ്, സംശയമില്ല. ഇനി cos ഇൻവേഴ്സ് 1/2 -1/2. cos എപ്പോഴാണ് 1/2 ആവുന്നത്? cos എപ്പോഴാണ് 1/2 ആവുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. cos 1/2 ആവുന്നത് എപ്പോഴാ? എത്ര ഡിഗ്രി വരുമ്പോഴാ cos 1/2 ആവുന്നത്? 60 ഡിഗ്രി വരുമ്പോഴല്ലേ? യെസ്, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 അല്ലേ? യെസ്. ഇനി മൈനസ് ആയതുകൊണ്ട് എന്തിട്ട് കൊടുക്കണം? ഒരു π - π/3. എത്ര ഇട്ട് കൊടുക്കണം? π - π/3. ഈ π - π/3 എന്ന് വെച്ചാൽ എന്താണ്? അത് 2π/3 ആണ്. എത്രയാണ്? 2π/3. ഇനി സൈൻ ഇൻവേഴ്സിന്റെ കാര്യത്തിൽ -1/2 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ എപ്പോഴാണ് 1/2 ആവുന്നത്? സൈൻ 1/2 ആകുന്നത് എത്ര ഡിഗ്രിയിലാണ്? π/6ലാണ്. ഇനി സൈനിന്റെ കാര്യത്തിൽ മൈനസ് വന്നാൽ എന്തിട്ട് കൊടുക്കണം? ആ കിട്ടിയതിൽ, അതായത് ഇവിടെ π/6 കിട്ടിയെങ്കിൽ ഒരു വെറും മൈനസ് ഇട്ട് കൊടുക്കുക, വെറും -π/6 എന്ന് ആവും. ക്ലിയർ? ഇനി ഇത്രയും കിട്ടിയതിന് ഇതിനെയും കൊണ്ട് നമ്മുടെ ചോദ്യത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? π/4 + 2π/3 - π/6. ക്ലിയർ? ഇത്ര മനസ്സിലായോ? ഇപ്പൊ 4, 3, 6 ഇതിന്റെ LCM എന്ന് പറയുന്നത് 12. അപ്പോൾ നമുക്കൊരു ഇതിനെ 12 ആക്കാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? 3π + 8π - 2π. അതായത് താഴെ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ബാക്കി ഫൈനൽ ആൻസർ 3π + 11π, 11π - 2π 9π, 9π/12. ഓക്കെ, 9π/12 നമുക്ക് വീണ്ടും വെട്ടാം. എത്രയാ? 3ഉം 4ഉം. സോ ഫൈനൽ ഉത്തരം എത്ര കിട്ടും? 3π/4. അപ്പൊ 3π/4 ആണ് ഇവിടുത്തെ നമ്മുടെ ഉത്തരം. ഏതിന്റെ? ആദ്യത്തെ ചോദ്യത്തിന്. രണ്ടാമത്തെ നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. രണ്ടാമത്തെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി, നമുക്ക് സമയമില്ല. ഇതിന്റെയും ബാക്കി വരുന്നത് നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ മെട്രിസസിന്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് നമുക്ക് തീർക്കാൻ പറ്റുന്നത് തീർത്തേക്കാം കേട്ടോ. മനസ്സിലായോ? അടുത്തതിലോട്ട് പോട്ടെ. യെസ്, കുറച്ച് സ്പീഡ് ആക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ π/2. സൈൻ നിങ്ങൾക്കറിയാം, സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും? π/2 ആയിരിക്കും. അതുപോലെ തന്നെ കൊസീക് ഇൻവേഴ്സ് എക്സും അതുപോലെ സീക് ഇൻവേഴ്സ് എക്സും കൂട്ടിയാലും എന്തായിരിക്കും? π/2. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ അതും എന്തിന് ഈക്വൽ ആയിരിക്കും? π/2. ഇത് ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിയാണ്, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത് നിങ്ങൾ എഴുതി വെച്ചേക്കുക, നിങ്ങൾക്ക് എപ്പോഴായാലും ഇത് ഉപയോഗം വരും. ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇപ്പൊ സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് 1/x, സൈൻ ഇൻവേഴ്സിന് അകത്തൊരു 1/x റെസിപ്രോക്കൽ വന്നാൽ അത് എന്തിന് ഈക്വൽ ആണ്? കൊസീക് ഇൻവേഴ്സ് എക്സിന് ഈക്വൽ ആണ്.
ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സീക്ക് ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സുമാണ്. ക്ലിയർ? ഇത്ര മനസ്സിലായോ? അകത്ത് റെസിപ്രോക്കൽ വരികയാണെങ്കിൽ, അകത്ത് റെസിപ്രോക്കൽ വരികയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതി അവസാനിപ്പിക്കാം. ക്ലിയർ? ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അടുത്ത മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. വെറും ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല, 2 ടാൻ ഇൻവേഴ്സ്. 2 ടാൻ ഇൻവേഴ്സ് എക്സിന് ആദ്യം നമുക്ക് എഴുതാം സൈൻ ഇൻവേഴ്സ് 2x by 1 minus x square. ഓക്കെ, 1 മൈനസ് അല്ല, സോറി 1 പ്ലസ് കേട്ടോ. അപ്പൊ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. ആദ്യത്തത് 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് 1 minus x square കോസ് ഇൻവേഴ്സിനകത്ത് 1 minus x square by 1 plus x square. വീണ്ടും ടാൻ ഇൻവേഴ്സിൽ തന്നെ പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 2x by 1 minus x square. ഓക്കെ, ഇതാണ് ഓരോന്നും, അതായത് 2 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ 3 വേറെ എന്താണ് ഫോർമാറ്റുകൾ. ക്ലിയർ? അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് സൈൻ ഇൻവേഴ്സിലും പറയാം, അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിലും പറയാം, അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിലും നമുക്ക് പറയാം. ക്ലിയർ? ഇത് ഇത്രയും പിടി പ്രോപ്പർട്ടീസ് മനസ്സിലായോ? യെസ്. അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്, പ്രൂവ് ദാറ്റ്. ഇതിനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3 സൈൻ ഇൻവേഴ്സ് എക്സ് സൈൻ ഇൻവേഴ്സ് 3x minus 4x cube ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നേരെ നമ്മുടെ RHS അങ്ങ് എടുക്കുക. നേരെ ആരെടുക്കുക? നമ്മുടെ റൈറ്റ് സൈഡിനെ എടുക്കുക. ഈ റൈറ്റ് സൈഡിനകത്ത് സൈൻ ഇൻവേഴ്സ് കിടക്കുന്ന സാധനം ആരാണ്? 3x minus 4x cube. ഇതേപോലെ നിങ്ങളൊരു സാധനം കണ്ടിട്ടുണ്ടാവും, 3 sin theta minus 4 sin cube theta. നിങ്ങൾ +1 കണ്ടിട്ടുണ്ട്. എന്താണ് ഈ 3 sin theta minus 4 sin cube theta? sin 3 theta. ഓർമ്മയുണ്ടോ? യെസ്. അപ്പോ ഈ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്തിട്ടാൽ, എക്സിന്റെ സ്ഥാനത്ത് സൈൻ തീറ്റ ഇട്ടാൽ, അപ്പൊ RHS ഞാൻ എന്തിടുന്നു? എക്സിന്റെ സ്ഥാനത്ത് സൈൻ തീറ്റ ഇട്ടാൽ എനിക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് 3 sin theta minus 4 sin cube theta. ഈ 3 sin theta minus 4 sin cube theta എന്താണ്? അത് sin 3 theta ആണ്. ഇനി സൈൻ ഇൻവേഴ്സും സൈനും. ഓക്കെ, ഒന്നിന്റെ ഇൻവേഴ്സ് അകത്ത് കിടക്കുന്നത് വെറും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇൻവേഴ്സും സൈനും കൂടെ ചേർന്ന് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് അകത്തത്തെ ആംഗിൾ വാല്യൂ എഴുതാം. ദാറ്റ് ഈസ് 3 തീറ്റ. കേട്ടോ? അപ്പൊ 3 തീറ്റ എന്ന് എഴുതി. തീർന്നില്ല. നമ്മൾ എന്തിനാണ് തീറ്റ എന്ന് കൊടുത്തത്? എക്സിനാണ് സൈൻ തീറ്റ കൊടുത്തത്, എക്സിന് സൈൻ തീറ്റ കൊടുത്തു. അപ്പൊ തിരിച്ച് തീറ്റ ആരാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ തീറ്റയ്ക്ക് പകരം ഞാൻ അത് ഇട്ട് കൊടുത്താൽ എന്താണ്? 3 സൈൻ ഇൻവേഴ്സ് എക്സ്. എന്ത് കിട്ടി? RHS എന്ത് കിട്ടി? 3 സൈൻ ഇൻവേഴ്സ് എക്സ്, അഥവാ നമ്മുടെ LHSന് ഈക്വൽ ആണ് എന്ന് കിട്ടി. ക്ലിയർ? മനസ്സിലായോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായവരൊന്ന് ഒരു തംസ പിടിക്കേ. മനസ്സിലായവരുണ്ടെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് സംഭവം? യെസ്. അടുത്തൊരു ചോദ്യം, ഇതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുക. ടാൻ ഇൻവേഴ്സ് x by root of a square minus x square. ഇതെല്ലാം കഴിഞ്ഞ വർഷം പഠിച്ച ഈ ട്രിഗ്നോമെട്രിക്ക് അകത്തുനിന്ന് തന്നെയാണ് ഇതെല്ലാം ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് മുകളിലുണ്ട്, താഴെ റൂട്ട് a square minus x square. നമുക്കറിയാം റൂട്ട് വെറും 1 minus x square കൊടുത്താൽ എക്സിന് എന്ത് കൊടുക്കുക? ഒരു സൈൻ തീറ്റ കൊടുക്കുക. അപ്പൊ എക്സിന് സൈൻ തീറ്റ കൊടുക്കുമ്പോൾ റൂട്ട് 1 minus sin square തീറ്റ, അഥവാ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ വെറും കോസ് തീറ്റ. ഇത് സാധാരണ എക്സ് കിടക്കുമ്പോൾ. പക്ഷെ ഇവിടെ നോക്കിക്കേ, a square minus x square ആണ്. വെറും 1 minus x square അല്ല, a square minus x square. അങ്ങനെ a square minus x square എന്നാൽ എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്, a sin തീറ്റ. എക്സിന് എന്ത് കൊടുക്കണം? a sin തീറ്റ അല്ലെങ്കിൽ a cos തീറ്റ. ഇത് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകൾക്കും ഇനി അങ്ങോട്ട് പോകുന്ന ഇന്റഗ്രേഷൻ ആയാലും ഡിഫറൻസിയേഷൻ ആയാലും എല്ലായിടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉപയോഗപ്പെടും കേട്ടോ. അപ്പൊ വെറും 1 minus x square ആണ് റൂട്ടിനകത്ത് ഉണ്ടായിരുന്നതെങ്കിൽ എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ a square കിടക്കുന്നതുകൊണ്ട് ഒരു a sin തീറ്റ അല്ലെങ്കിൽ a cos തീറ്റ കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എക്സിന് എന്താണ്? a sin തീറ്റ. അങ്ങനെ എക്സിന് a sin തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എന്തായി മാറി? എക്സിന് പകരം a sin തീറ്റ മുകളില്, താഴെ റൂട്ട് a സ്ക്വയറും, പിന്നീട് എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്താണ്? ഈ സൈൻ തീറ്റ, a sin തീറ്റ കൊടുക്കുമ്പോൾ a square sin square തീറ്റ. അങ്ങനെ a square sin square തീറ്റ എന്ന് പറയുന്നത് എന്താണ്? താഴെ നമുക്ക് കോമൺ എടുത്തൂടെ? ഇതിനകത്ത് റൂട്ടിനകത്ത് a square കോമൺ എടുക്കുമ്പോൾ 1 minus sin square തീറ്റ എന്ന് കിട്ടത്തില്ലേ? അതെ. ആരാണ് ഈ 1 minus sin square തീറ്റ? 1 minus sin square തീറ്റ ഇത്രയേ ഉള്ളൂ, കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലെ. ഇനി റൂട്ട് ഉള്ളത് കൊണ്ട് ആ റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ വെറും എയും വെറും കോസ് തീറ്റയുമായി മാറി. എയും എയും കട്ടായി പോയി. ബാക്കി വരുന്നത് ഈ രണ്ടുപേര് സൈൻ തീറ്റയും കോസ് തീറ്റയും ഡിവിഷൻ. അപ്പൊ ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാണ്? ടാൻ തീറ്റ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, ടാൻ ഇൻവേഴ്സും ടാനും. അപ്പൊ അകത്ത് വരുന്നത് തീറ്റ ബാക്കി. അപ്പൊ ആൻസർ എത്രയാണ്? തീറ്റ. തീർന്നില്ല. സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ കൊടുത്തത്? എക്സിന് a സൈൻ തീറ്റ കൊടുത്തു.
അപ്പൊ ഇവിടുന്ന് ഈ എ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എക്സ് ബൈ എ സൈൻ തീറ്റ അല്ലെ, എക്സ് ബൈ എ ആണ് സൈൻ തീറ്റ. അപ്പൊ ഇതിനകത്തുനിന്ന് വെറും തീറ്റ എന്താണ്, ഈ സൈനിനെ മൊത്തത്തിൽ ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പൊ ഇവിടെ തീറ്റ എന്ന് എഴുതി അവസാനിപ്പിക്കരുത്, ഉത്തരം എന്തെന്ന് എഴുതണം, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അതായത് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ക്ലിയർ? മനസ്സിലായോ എല്ലാവർക്കും? അത്രയും പിടികിട്ടിയോ ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം? അപ്പോൾ എക്സിന് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം കിട്ടത്തില്ല, കോസ് തീറ്റ കൊടുത്താലും കിട്ടത്തില്ല. എന്ത് കൊടുക്കണം, എ സൈൻ തീറ്റ എന്നോ എ കോസ് തീറ്റ എന്നോ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ക്ലിയർ? മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് വീണ്ടും ഒരു പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഈ ഇതിനകത്ത് ടാനിനകത്ത് ടാനും ഒരു ഹാഫ് ഉണ്ട്, അതിനകത്ത് സൈൻ ഇൻവേഴ്സ് 2x-ഉം 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നീട് കോസ് ഇൻവേഴ്സ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ഇതിനെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു സൈൻ ഇൻവേഴ്സിനകത്ത് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്തിന്റെ എക്സ്പാൻഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്, 2 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞു തന്നില്ലേ? യെസ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ കോസ് ഇൻവേഴ്സിനകത്ത് 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ 2 ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല, 2 ടാൻ ഇൻവേഴ്സ് വൈ അല്ലേ അത്? അതെ, കാരണം വൈയിലാണത്. അപ്പൊ ഈ രണ്ടുപേരെയും നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ, പിന്നീട് ഒരു ഹാഫ് ഉണ്ട്, പിന്നീട് ഇവിടെ എന്താണ്, ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നും ഇവിടെ ടാൻ ഇൻവേഴ്സ് വൈ എന്നും എഴുതാം. ക്ലിയർ? ഇത്ര എഴുതി. സോറി, ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഇനി പുറത്ത് കിടക്കുന്ന ഈ 2 കൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, ഒരു ടാൻ ഉണ്ട്, പിന്നീട് ഒരു ടാൻ ഇൻവേഴ്സ് എക്സും പിന്നീട് ഒരു ടാൻ ഇൻവേഴ്സ് വൈയും ഉണ്ട്. പൊട്ടത്തനൊന്നും കാണിച്ചു വയ്ക്കരുത്. ഇനി ചെയ്യാൻ പോകുന്ന പൊട്ടത്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാനും ഈ ടാൻ ഇൻവേഴ്സും കണ്ടിട്ട് എക്സ് എന്ന് എഴുതും, ഈ ടാൻ ഇൻവേഴ്സും കണ്ടിട്ട് വൈ എന്ന് എഴുതും. ആൻസർ എക്സ് പ്ലസ് വൈ. പോയി, ചെയ്തു വെച്ച മാർക്ക് എല്ലാം പോയി. എന്ത് ചെയ്യണം, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ കിട്ടിയ ടാൻ ഇൻവേഴ്സ് എക്സിനെയും ടാൻ ഇൻവേഴ്സ് വൈനെയും കൂട്ടണം. ടാൻ ഇൻവേഴ്സ് എക്സിനെയും ടാൻ ഇൻവേഴ്സ് വൈനെയും കൂട്ടാനായിട്ട് ഞാൻ നേരത്തെ പ്രോപ്പർട്ടിയിൽ പറയാൻ വിട്ടുപോയി. ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈയും കൂടെ കൂട്ടിയാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അങ്ങനെ എഴുതണം. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ ടാൻ പുറത്തുണ്ട്, അകത്ത് എന്താകും, ടാൻ ഇൻവേഴ്സ് ഈ എക്സും ഈ വൈയും കൂടെ എന്താണ്, എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി പൊട്ടത്തനം കാണിക്കാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ടാനും ഉണ്ട്, ടാൻ ഇൻവേഴ്സും ഉണ്ട്. ബാക്കി ആരാണ് അകത്തുള്ളത്, എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ക്ലിയർ? സിമ്പിൾ. അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ എന്ത് കിട്ടി, അവിടുത്തെ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നുള്ള ഒരു ആൻസർ കിട്ടിയില്ലേ? മനസ്സിലായോ? ക്ലിയർ? എല്ലാവർക്കും പിടികിട്ടിയല്ലോ? യെസ്. സോ ഞാൻ അതോടെ ഈ സെഷൻ തീർക്കുക, കാരണം ഒരുപാട് സമയമായി. ഇപ്പൊ തന്നെ നമ്മൾ ഏതാണ്ട് 4 മിനിറ്റ് എക്സ്റ്റെൻഡ് ആയി. ഇതുവരെ പിടികിട്ടിയല്ലോ നിങ്ങൾക്ക് ഇൻവേഴ്സ് ടെക്നോമെട്രി? അടുത്ത ക്ലാസ്സിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം ഇതിന്റെ ബാക്കി ഞാൻ നോക്കും കേട്ടോ. ഇൻവേഴ്സ് ടെക്നോമെട്രിയിലെ 2-3 ചോദ്യങ്ങളോടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതുകൂടെ നോക്കാം. അല്ലെങ്കിൽ മെട്രിസസ് ആയിരിക്കും, മെട്രിസസ് തന്നെ ഒരുപാടുണ്ട്. അപ്പൊ മെട്രിസസ് ആണ് നമ്മൾ അടുത്ത തിങ്കളാഴ്ച നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ സെഷനിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധിയൊക്കെ ഞാൻ കവർ ചെയ്ത് ഇട്ട് പോയിട്ടുണ്ട്. ബാക്കി വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സമയം കിട്ടുന്നതനുസരിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയുക കേട്ടോ, നിങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യാത്തവരുടെ അടുത്ത് എല്ലാം പറയുക. ഫ്രീ ആണ് സെഷൻ, വെറുതെ കളയണ്ട. നിങ്ങളുടെ അടുത്ത് കൂട്ടുകാരുടെ അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് കിട്ടുന്ന മാർക്ക് അവർക്കും കൂടെ കിട്ടിപ്പോട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ അവരുടെ അടുത്തും കൂടെ പറഞ്ഞ് ജോയിൻ ചെയ്യിപ്പിക്കുക. ക്ലാസ് അടുത്ത് വരുന്നത് നിങ്ങൾക്ക് അറിയാം എന്നാണെന്നുള്ളത്, തിങ്കളാഴ്ചയാണെന്നുള്ളത്. ഗ്രൂപ്പിൽ അവരെയും കൂടെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. എനിക്കൊന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടും തോന്നുന്നു. അപ്പൊ അവരുടെ അടുത്ത് കൂടെ ഒന്ന് അഭിനെ ഡൗട്ട് പറഞ്ഞോളാം. അഭിൻ, എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ല, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. അഭിനെ ഞാനൊന്ന് മ്യൂട്ട് മാറ്റാൻ നോക്കട്ടെ, ഒന്ന് ശ്രമിക്കട്ടെ. നേരത്തെ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല അതിന്റെ. അഭിനെ ഇപ്പൊ സംസാരിച്ചു നോക്കി, സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? മ്യൂട്ട് മാറ്റിക്കുക അഭിനെ. ഇൻവേഴ്സ് എക്സ് എങ്ങനെ ചെയ്യും? ഏതിന്റെയാ പറഞ്ഞത്? കേട്ടില്ല അഭിനെ. സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിന്റെ അത് സൈൻ ഇൻവേഴ്സ് എക്സ് അതെങ്ങനെ ചെയ്യും? രണ്ട് സൈൻ ഇൻവേഴ്സോ? ഓ, 2 സൈൻ ഇൻവേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യത്തത് സൈനും രണ്ടാമത്തെ സൈൻ ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. 2 സൈൻ ഇൻവേഴ്സ് വരത്തില്ല. 2 സൈൻ ഇൻവേഴ്സ് അങ്ങനെ അടുപ്പിച്ച് വരത്തില്ല കേട്ടോ. 2 സൈൻ ഇൻവേഴ്സ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സും ചേർന്ന് വരത്തില്ല. അതിന് പ്രത്യേകിച്ച് ഒന്നും ക്യാൻസൽ ഔട്ട് ആയി പോകാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ എല്ലാവർക്കും ഒന്ന് മ്യൂട്ട് മാറ്റി തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരെല്ലാം ഒന്ന് ചോദിക്കുക കേട്ടോ. ഇതിനകത്തുള്ള എല്ലാവരെയും ഞാനൊന്ന് മ്യൂട്ട് മാറ്റി വിടാം. ഡൗട്ട് ഉള്ളതും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത ക്ലാസ്സിലെ ടോപ്പിക്കിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ എല്ലാവരുടെയും മ്യൂട്ട് മാറ്റി വിട്ടിട്ടുണ്ട്. പൂജ, യെസ്, ചോദിച്ചോ. ആർക്കെങ്കിലും വേറെ ചോദിക്കണം? അനുലക്ഷ്മി പറഞ്ഞോ.
ഹലോ അനലക്ഷ്മി എന്തെങ്കിലും പറയാനുണ്ടോ? അനലക്ഷ്മിയുടെ മ്യൂട്ട് മാർക്ക്. ഓക്കെ ഓക്കെ ശരി. അപ്പം എല്ലാവർക്കും ഈ ടോപ്പിക് ഇത്രയും പിടികിട്ടിയല്ലോ. നമ്മൾ പഠിച്ച ഈ ഒരു ചെറിയ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, വളരെ മാർക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടെ കേട്ടോ. അപ്പൊ അടുത്ത സെഷനിൽ മെട്രിസസ് ഡിസ്കസ് ചെയ്യാം. അതിന്റെ അടുത്തതിൽ ഡിറ്റർമിനൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂവൽ ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ പെട്ടെന്ന് തീരും. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് നമുക്ക് ക്ലാസ് ഒന്ന് വൈബാക്കാം. ഓക്കെ ഓക്കെ അല്ല, അപ്പൊ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു തംസ് പഠിച്ചിട്ട് വേഗം കിട്ടും. ഓക്കെ, കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് 3 പേരായി. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു എവ്രി വൺ, താങ്ക് യു ഫോർ ജോയിനിങ് ദ സെഷൻ. അടുത്ത ക്ലാസ്സിന്റെ സമയം ഇതേപോലെ 7 തൊട്ട് 8 ആയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ കൂടെ 6 മണിക്ക് വേറെ ക്ലാസ്സും കൂടെ ഉണ്ടാവും തോന്നുന്നു, ബയോളജിയോ കെമിസ്ട്രിയോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതും കൂടെ ജോയിൻ ചെയ്തേക്കണേ. ഓക്കെ, ശരി, അപ്പോൾ കാണാം. ഓക്കെ, ബൈ.